ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് കേരള ജോഗ്രഫിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണല്ലേ. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കേരളത്തിലെ നദികൾ അഥവാ കേരള റിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ 44 നദികളുണ്ടെന്നും അത് 41 വെസ്റ്റ് ഫ്ലോയിങ്ങും 3 കബനി, ഭവാനി, പമ്പാറ് ഈസ്റ്റ് ഫ്ലോയിങ് ആണെന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. 15 കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളുടെയാണ് നദികളുടെ കണക്കിൽ 1974 കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം ഉൾപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ക്ലാസ് തന്നെ നമ്മൾ 3 നദികളെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്? ആദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായുള്ള പെരിയാറിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. പെരിയാറിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയായുള്ള ഭാരതപ്പുഴയെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയായിട്ടുള്ള പമ്പാ നദിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 3 നദികളുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ മറ്റ് വളരെ പ്രധാനപ്പെട്ട നദികളും അതുപോലെ തന്നെ ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ട് പറഞ്ഞ 3 നദികളിലെ ആ ഒരു നദികളെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ പറയാൻ പോകുന്ന ആദ്യത്തെ നദിയാണ് ചാലിയാർ. ഓക്കെ, ചാലിയാർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ നദിയാണ് ചാലിയാർ. ഓൾറെഡി 3 നദികൾ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ കേരളത്തിലെ ഏറ്റവും നീളമേറിയ 3 നദികളായിട്ട് ആ ഒരു 3 നദികളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ കേരളത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ നദി ഏതാണ്? ചാലിയാറാണല്ലേ. കേരളത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ നദി ചാലിയാറാണ്. 169 കിലോമീറ്ററാണ് ചാലിയാറിൻ്റെ നീളം എന്ന് പറയുന്നത്. ഈ ഒരു നീളമടക്കം ഞാൻ പറയാനുള്ള കാരണം അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ആ ഒരു നീളം അടക്കം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചാലിയാർ നദി കേരളത്തിലെ ഏറ്റവും നീളമേറിയ 4ാമത്തെ നദിയാണ്. ഇതിന് മറ്റൊരു പേര് കൂടെ വിളിക്കാറുണ്ട്, ബേപ്പൂർ പുഴ. ഓക്കെ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരും, ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഉത്തരം എന്ത് തന്നെയാണ്? ചാലിയാർ തന്നെയാണ്. അല്ലെങ്കിൽ ചാലിയാറിനെ പറ്റി ചോദ്യം ചോദിക്കുന്നതിന് പകരം, ചാലിയാർ എന്ന പേരിൽ ചോദ്യം ചോദിക്കുന്നതിന് പകരം ബേപ്പൂർ പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്, പതനസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാലിയാർ എന്ന രീതിയിലാണ് തന്നെ നമ്മളവിടെ മനസ്സിലാക്കണം. രണ്ടും ഒന്ന് തന്നെയാണല്ലേ. ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ പുഴ. അല്ലെങ്കിൽ ചാലിയാർ പുഴയുടെ മറ്റൊരു പേരാണ് ബേപ്പൂർ പുഴ. അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടി ഉചിതം. 169 കിലോമീറ്റർ ആണ് ചാലിയാർ പുഴയുടെ നീളം. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്താണ്? ഉത്ഭവസ്ഥാനവും പതനസ്ഥാനവും. ഏതൊരു നദി പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഉത്ഭവസ്ഥാനവും പതനസ്ഥാനവും. പ്രീവിയസ് ഇയറിൽ വന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഉത്ഭവസ്ഥാനം എവിടെയാണ്? തമിഴ്നാടുവിലെ ഇളമ്പലേരി കുന്നുകളിലാണല്ലേ. തമിഴ്നാട്ടിലെ ഇളമ്പലേരി, വീണ്ടും തമിഴ്നാട് കയറി വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്നുകളിലാണ് ചാലിയാർ പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന രീതിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് പതിക്കുന്നത് അറബിക്കടലിലാണ്. ബേപ്പൂരിൽ വെച്ചിട്ട് അറബിക്കടലിൽ പതിക്കുന്നു. അതുകൊണ്ട് തന്നെ ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലേ. സോ ചാലിയാർ പുഴ ബേപ്പൂരിൽ വെച്ചിട്ട് ഇവിടെ പതിക്കുന്നു, അറബിക്കടലിൽ പതിക്കുന്നുണ്ട്. ആ രീതിയിൽ ചാലിയാർ പുഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഉത്ഭവസ്ഥാനം എവിടെയാണ്? തമിഴ്നാടുവിലെ ഇളമ്പലേരി കുന്നുകളാണ്. പതനസ്ഥാനം ബേപ്പൂരിൽ വെച്ചിട്ട് എവിടെ പതിക്കുന്നു? അറബിക്കടലിലാണല്ലേ. അറബിക്കടലിൽ പതിക്കുന്ന നദികൾ എന്ന രീതിയിൽ നമ്മൾ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലൂടെ ഒഴുകി കേരളത്തിലെത്തുന്ന ചാലിയാർ വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകുന്നു. നമ്മൾ ഈ ഒരു നദികൾ പറയുമ്പോൾ അതിൻ്റെ ജില്ലകൾ ഞാൻ എടുത്തു പറയാനുള്ള കാരണം ചിലപ്പോൾ ആ രീതിയിൽ ചോദ്യം താഴെ പറയുന്നവരിൽ ചാലിയാർ നദി ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ എന്ന് തന്നു കഴിഞ്ഞാൽ ഓൾ ഓഫ് ദ എബോ ആണ് ഉത്തരം എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലൂടെ ഒഴുകിയിട്ട് അത് എവിടെ എത്തുന്നുണ്ട്? കേരളത്തിൽ എത്തുന്നുണ്ടല്ലേ. സോ തമിഴ്നാട്ടിലൂടെ ഒഴുകിയിട്ട് കേരളത്തിൽ വിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നദിയാണ് ചാലിയാർ നദി. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് ചാലിയാർ. ചാലിയാർ ഇസ് ദ 4th ലാർജസ്റ്റ് റിവർ ഇൻ കേരള. കേരളത്തിലെ നദികളിലെ ഏറ്റവും വലിയ 4ാമത്തെ നദി ഏതാണ്? ചാലിയാർ നദിയാണ്. ഇതിന് ബേപ്പൂർ റിവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഓൾസോ നോൺ ആസ് ബേപ്പൂർ റിവർ. ദ ലെങ്ത് ഈസ് 169 കിലോമീറ്റർ. 169 കിലോമീറ്റർ ആണ് ബേപ്പൂർ റിവറിന്റെ നീളം എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കണം. ബേപ്പൂർ നദിയുടെ നീളം എത്രയാണ്? 169 കിലോമീറ്റർ ആണ്. പ്ലേസ് ഓഫ് ഒറിജിൻ എവിടെയാണ്? ഈ ഇളമ്പലേരിക്കൽ കുന്നുകളാണല്ലേ. ഇതേ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് വായിക്കാൻ പറ്റും. ഇളമ്പലേരി കുന്നുകളാണ്. ഓക്കെ, കൂട്ടി എഴുതുമ്പോൾ നമുക്ക് ഇച്ചിരി പണിയുണ്ട്. ഇളമ്പലേരി
കുന്നുകളാണ്. ഓക്കെ, ഇളമ്പലേരി കുന്നുകളാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന രീതിയിൽ, ഉത്ഭവസ്ഥാനം എന്ന രീതിയിൽ പറയാൻ പറ്റുന്നത്. ഇതിനെ ക്രാഷ് സൈറ്റ് അല്ലെങ്കിൽ പതനസ്ഥലം എന്ന രീതിയിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നമാണ്. അതിൻ്റെ പതനസ്ഥലം എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അറേബ്യൻ സീലാണ്. ഏത് വഴിയാണ്? ബേപ്പൂർ വഴിയാണ് അല്ലേ. ഫ്ലോയിങ് ത്രൂ ദ നീൽഗിരി ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാടു ആൻഡ് റീച്ചിങ് കേരള, ചാലിയാർ ഫ്ലോസ് ത്രൂ വയനാട്, മലപ്പുറം, കോഴിക്കോട് ഡിസ്ട്രിക്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാടുവിലെ നീലഗിരി ജില്ലയിലൂടെ ഒഴുകിയിട്ട് ചാലിയാർ എവിടെ എത്തുന്നുണ്ട്? ചാലിയാർ വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം ക്ലിയർ ആണല്ലോ. ചാലിപ്പുഴ, പുന്നപ്പുഴ, പാണ്ടിയാർ, കരിമ്പുഴ, ചെറുപുഴ, കാഞ്ഞിരപ്പുഴ, കരുമ്പൻ പുഴ, വാടപ്പുറം പുഴ, ഇരവഞ്ഞിപ്പുഴ, ഇരുനെല്ലിപ്പുഴ എന്നിവയാണ് ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികൾ. ചാലിയാറിന് കുറച്ചധികം പോഷക നദികൾ വരുന്നുണ്ടല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെരിയാറാണെന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ പോലും ചാലിയാറിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാം പറയുന്ന സമയത്ത് എന്താണ് ഇത്രയും പോഷക നദികൾ വരുന്നുണ്ട്? ചാലിപ്പുഴ, പുന്നപ്പുഴ, പാണ്ടിയാർ, കരിമ്പുഴ, ചെറുപുഴ, കാഞ്ഞിരപ്പുഴ, കരുമ്പൻ പുഴ, വാടപ്പുറം പുഴ, ഇരവഞ്ഞിപ്പുഴ, ഇരുനെല്ലിപ്പുഴ എന്നിവയാണ് ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികൾ. കല്ലായി പുഴ, ബേപ്പൂർ പുഴ, ചൂലിക. ഓൾറെഡി ബേപ്പൂർ പുഴ ഞാൻ പറഞ്ഞു. അല്ലാതെ കല്ലായി പുഴ എന്ന പേര് കൂടെ ചാലിയാർ അറിയപ്പെടുന്നുണ്ട്. ചൂലിക എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നദി കൂടിയാണ്. ഓക്കെ, 3 പേരുകൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ബേപ്പൂർ പുഴ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കല്ലായി പുഴ. ഓക്കെ, കല്ലായി പുഴ പാട്ടൊക്കെ കേട്ടില്ല? കല്ലായിയുമായിട്ട് ബന്ധപ്പെട്ട് കല്ലായി പുഴ, ചൂലിക നദി എന്ന പേര്, ചൂർണിയൊന്നല്ല, ചൂലിക നദി എന്ന പേര് കൂടെ അറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? നമ്മുടെ ചാലിയാർ തന്നെയാണല്ലേ. അതുപോലെ ചാലിയാറുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസിൽ വന്നുള്ള പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തേത്, കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയുള്ള നദീതീരം ഏതാണ്? ഓക്കെ, കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയുള്ള നദീതീരമാണ് നമ്മുടെ ചാലിയാർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്വർണ്ണത്തിനൊക്കെ പൊന്നും വിലയാണല്ലേ. സ്വർണ്ണം പൊന്ന് ഒന്ന് തന്നെയാണ് എങ്കിൽ പോലും ഏതാണ്ട് 50 അടിക്കാനായിട്ടുണ്ട് സ്വർണ്ണമൊക്കെ. ആ രീതിയിലുള്ള സ്വർണ്ണത്തിന് നിക്ഷേപം കണ്ടെത്തിയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നദീതീരമാണ് ചാലിയാർ പുഴ. അതുപോലെ പ്രീവിയസിൽ വന്നില്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ മലിനീകരണം ഏറ്റവും കൂടിയ നദി. മുൻപ് പ്രീവിയസ് ചോദിച്ചപ്പോൾ കേരളത്തിൽ ഏറ്റവും മലിനീകരണം ഉണ്ടായിരുന്ന നദിയാണ് ചാലിയാർ. ആ രീതിയിൽ പഠിച്ചു വെക്കണം. മലിനീകരണം ഏറ്റവും കൂടിയ കേരളത്തിലെ നദി ഏതാണ്? അതാണ് ചാലിയാർ പുഴ. ഈ മലിനീകരണത്തിനെതിരായിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റൊക്കെ നടന്നിട്ടുണ്ട്. ആ ഒരു പ്രൊട്ടസ്റ്റ് നമുക്ക് പറയാനുണ്ട്. കേരളത്തിലെ മലിനീകരണം ഏറ്റവും കൂടിയ നദി ഏതാണ്? ചാലിയാർ പുഴയാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും കുറവ് മലിനീകരണമുള്ള അല്ലെങ്കിൽ അധികം മലിനീകരിക്കപ്പെടാത്ത നദി. മലിനീകരണം എന്തായാലും ഒരു പരിധി വരെ ഉണ്ടാവും. എങ്കിൽ പോലും കമ്പയർ ടു അതർ റിവേഴ്സ് അവിടെ പൊല്യൂഷൻ കുറഞ്ഞിട്ടുള്ള നദി എന്ന് പറയുന്നത് കുന്തിപ്പുഴയാണ്. ഓക്കെ, 2 കാര്യങ്ങൾ നമുക്ക് കമ്പാരേറ്റ് പഠിക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള നദി ചാലിയാർ പുഴയും കേരളത്തിൽ ലീസ്റ്റ് പൊല്യൂട്ടഡ് റിവർ എന്ന് പറയുന്നത് കുന്തിപ്പുഴയുമാണ്. അതുപോലെ തന്നെ കുഞ്ഞാലി മരയ്ക്കാർ ട്രോഫി വള്ളംകളി നടത്തുന്ന നദി കൂടിയാണ് ചാലിയാർ നദി. ഓക്കെ, കുഞ്ഞാലി മരയ്ക്കാർ വള്ളംകളി ട്രോഫി വള്ളംകളി നടത്തുന്ന നദി കൂടിയാണ് നമ്മുടെ ചാലിയാർ പുഴ. ചാലിപ്പുഴ, പുന്നപ്പുഴ, പാണ്ടിയാർ, കരിമ്പുഴ, ചെറുപുഴ, കാഞ്ഞിരപ്പുഴ, കറുമ്പൻ പുഴ, വടപുരം പുഴ, ഇരവഞ്ഞിപ്പുഴ ആൻഡ് ഇരുനെല്ലിപ്പുഴ ആർ ദ മെയിൻ ട്രിബ്യൂട്ടറീസ് ഓഫ് ചാലിയാർ. ചാലിയാറിന്റെ കുറച്ച് ട്രിബ്യൂട്ടറീസ് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചാലിയാർ ഈസ് ഓൾസോ നോൺ ആസ് കല്ലായി പുഴ, ബേപ്പൂർ പുഴ ആൻഡ് ചൂലിക നദി. ഇത്രയും പേരുകളൊന്ന് പഠിച്ചു വയ്ക്കണം. പരീക്ഷയ്ക്ക് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. എ റിവർ ബാങ്ക് വെയർ ഗോൾഡ് ഡെപ്പോസിറ്റ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ കേരള. കേരളത്തിലെ ഏത് നദീതീരത്താണ് ഗോൾഡ് ഡെപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പറഞ്ഞിട്ട് 4 നദികൾ തന്നു കഴിഞ്ഞാൽ അതിൽ ചാലിയാർ ഉണ്ടെങ്കിൽ ഉത്തരം ചാലിയാറാണല്ലേ. ചാലിയാർ, എ റിവർ ബാങ്ക് വെയർ ഗോൾഡ് ഡെപ്പോസിറ്റ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ കേരള. കേരളത്തിലെ ഗോൾഡ് ഡെപ്പോസിറ്റ് കാണാൻ പറ്റുന്ന സ്വർണ്ണ നിക്ഷേപമുള്ള നദീതീരം ഏതാണ്? ചാലിയാർ നദിയാണല്ലേ. അതുപോലെ ദ മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി കൂടിയാണ് ചാലിയാർ നദി. ഓക്കെ, ദ മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ഇൻ കേരള ഏതാണ്? ചാലിയാർ റിവർ ആണ്. ദ ലീസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ഇൻ കേരള ഏതാണ്? കുന്തിപ്പുഴയാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും പൊല്യൂഷൻ കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴ ലീസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ഇൻ കേരളയാണ് കുന്തിപ്പുഴ. ദ റിവർ വേർ ദ കുഞ്ഞാലി മരയ്ക്കാർ ട്രോഫി ബോട്ട് റേസ് ടേക്ക് പ്ലേസ്. കുഞ്ഞാലി മരയ്ക്കാർ ട്രോഫി ബോട്ട് റേസ് നടന്നിട്ടുള്ള നദി കൂടിയാണ് നമ്മുടെ ചാലിയാർ പുഴ. ആ രീതിയിലുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു മലിനീകരണം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. വായു ജല മലിനീകരണത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത സമരം ഈ ഒരു ചാലിയാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നമ്മുടെ എയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാട്ടർ ആയിക്കോട്ടെ അതിൻ്റെ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രൈക്ക് വന്നു. അല്ലെങ്കിൽ സംഘടിത സമരം പല രീതിയിലും ആ രീതിയിൽ ചോദിക്കാറുണ്ടല്ലോ സംഘടിത സമരം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എടുത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വായു ജല മലിനീകരണത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ
സംഘടിത അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ചാലിയാർ സമരമായിരുന്നു. ആ രീതിയിലൊന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ്? ചാലിയാർ സ്ട്രൈക്ക് അല്ലെങ്കിൽ ചാലിയാർ സമരമാണ്. അതുപോലെ SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന് പറയുന്ന കൃതിയുണ്ട്. ആ ഒരു കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി നമ്മുടെ ചാലിയാർ റിവറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രിബ്യൂട്ടറി ഇരവഞ്ഞിപ്പുഴയാണ്. ഓക്കെ, SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഇരവഞ്ഞിപ്പുഴ. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കണം. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം ആ രീതിയിൽ ചോദിക്കാണ്ട് SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിന്റെ ഇതിവൃത്തമായിട്ട് അല്ലെങ്കിൽ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇരവഞ്ഞിപ്പുഴയാണത്. ഫറോക്ക്, ബേപ്പൂർ, നിലമ്പൂർ, മാവൂർ, എടവണ്ണ, അരീക്കോട് എന്നീ നദീതീര പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം കൂടിയാണ് ചാലിയാർ. നമ്മുടെ കോഴിക്കോട് വരുന്ന ഫറോക്ക് ഉണ്ട്, ബേപ്പൂർ, നിലമ്പൂർ, അതുപോലെ മാവൂര്, എടവണ്ണ, അരീക്കോട്, ഈ ഒരു പട്ടണങ്ങളൊക്കെ വരുന്നത് ചാലിയാർ നദീതീരത്തിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ നിലമ്പൂർ പറഞ്ഞല്ലോ. സോ തീർച്ചയായിട്ടും നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ചാലിയാർ തന്നെയാണല്ലേ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്താണ്? അത് നമ്മുടെ ചാലിയാറാണെന്ന് നമ്മൾ ഇനി പറയാം. The Chaliyar strike was the first organized strike in Kerala against air and water pollution. നമ്മുടെ സ്വന്തം കേരളത്തിലെ എയർ അതായത് വായു ആൻഡ് വാട്ടർ അതായത് ജല മലിനീകരണങ്ങൾക്കെതിരായിട്ട് വരുന്ന ആദ്യത്തെ ഓർഗനൈസ്ഡ് സ്ട്രൈക്ക് ഏതാണ്? ചാലിയാർ സ്ട്രൈക്ക് ആണല്ലേ. ഇരവഞ്ഞിപ്പുഴ ഇസ് ദ റിവർ ഡെപ്പിസിറ്റഡ് ഇൻ SK പൊറ്റക്കാട്സ് നാടൻ പ്രേമം. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന് പറയുന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന നദി കൂടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ചാലിയാർ നദി. ചാലിയാർ നദിയുടെ പോഷക നദിയായിട്ട് വരുന്ന ഇരവഞ്ഞിപ്പുഴ. ദ റിവർ ബാങ്ക് വേർ ദ റിവർ സൈഡ് ടൗൺ ഫറോക്ക്, ബേപ്പൂർ, നിലമ്പൂർ, മാവൂർ, എടവണ്ണ, അരീക്കോട് ആർ സിറ്റുവേറ്റഡ്. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കണം. അതുപോലെ തന്നെ എ റിവർ ഫ്ലോയിങ് ത്രൂ ദ തേക്ക് ഫോറസ്റ്റ് ഇൻ നിലമ്പൂർ. നിലമ്പൂരുണ്ട് ഇവിടെ. നിലമ്പൂർ വരുന്ന ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, ഇനി നമ്മുടെ ചാലക്കുടി പുഴയാണ്. ചാലിയാറും ചാലക്കുടി പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ കൺഫ്യൂഷൻ ആയതാണ്. ഇവിടെ ചാലിയാറാണ്, നെക്സ്റ്റ് ചാലക്കുടി പുഴയാണ്. ഇത് തന്നെയല്ലേ പറഞ്ഞ രീതിയിൽ കൺഫ്യൂഷൻ ആയിപ്പോയതാണ്. സോ ചാലക്കുടി പുഴ വേറെയാണ്, ചാലിയാർ വേറെയാണല്ലേ. ചാലക്കുടി പുഴ കേരളത്തിലെ 4 നദികൾ പറഞ്ഞു. അങ്ങനെ വെച്ച് നോക്കും കേരളത്തിലെ ഏറ്റവും വലിയ നീളമേറിയ 5ാമത്തെ നദിയാണ് ചാലക്കുടി പുഴ. സോ 145.5 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ നീളം എത്രയായിരുന്നു? 169 കിലോമീറ്റർ ആണുള്ളത്. വീണ്ടും വളരെ നല്ല രീതിയിൽ കുറഞ്ഞു. 145.5 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ നദിയാണ്. ഉത്ഭവം എവിടെയാണ്? തമിഴ്നാട്ടിലെ ആനമലയിലാണ്. പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട് ചാലക്കുടി ഉത്ഭവം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തമിഴ്നാടുവിൽ തന്നെയാണ് ഉത്ഭവം. തമിഴ്നാടുവിലെ ആനമലയിലാണ് ചാലക്കുടി പുഴയുടെ ഉത്ഭവ സ്ഥാനമായിട്ട് വരുന്നത്. പതനസ്ഥാനം ഒരു ബാക്ക് വാട്ടർ അല്ലെങ്കിൽ ഒരു കായലാണ്. പെരിയാർ നദിയിലാണ്. കായലല്ല, പെരിയാർ നദിയിലാണ്. പറയുമ്പോൾ മിസ്റ്റേക്ക് ആയിപ്പോയതാണ്. പെരിയാർ നദിയിലാണല്ലേ. നമ്മുടെ ഏറ്റവും നീളം കൂടിയ നദിയായുള്ള പെരിയാറിലാണ് ഇതിന്റെ ഫൈനൽ പതനം എന്ന രീതിയിൽ പറയുന്നത്. ഉത്ഭവം തമിഴ്നാട്ടിലെ ആനമലയിലാണ്, പതനം പെരിയാറിലാണ്. ചാലക്കുടി പുഴ പതിക്കുന്ന കായലാണ് കൊടുങ്ങല്ലൂർ കായൽ. മറ്റൊരു പ്രീവിയസ് ഒരു ചോദ്യമാണ്. ചാലക്കുടി പുഴ പതിക്കുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചിട്ട് അത് കൊടുങ്ങല്ലൂർ കായലാണ്. നമുക്ക് ചാലക്കുടി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന കലാഭവൻ മണിയൊക്കെയാണല്ലേ. ആ രീതിയിൽ ആ ഒരു സ്ഥലമൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. ചാലക്കുടി പുഴ പതിക്കുന്ന കായൽ ഏതാണ്? കൊടുങ്ങല്ലൂർ കായലാണ്. ഓർത്തു വെക്കണം. പ്രീവിയസിൽ വന്നിട്ട് ചാലക്കുടി പുഴ പതിക്കുന്ന കായൽ ഓൾറെഡി പതനം എന്ന് പറയുന്നത് പെരിയാർ നദിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പതിക്കുന്ന കായലിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ അത് കൊടുങ്ങല്ലൂർ കായലാണ്. പ്രീവിയസിൽ വന്നതുകൊണ്ടാണ് ആ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞത്. അല്ലെങ്കിൽ പെരിയാറിന്റെ പതനം പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇത് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തൃശ്ശൂരിലെ ഏറ്റവും കൂടി തൃശ്ശൂർ ജില്ലയിൽ ഒഴുകുന്ന നദികളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ. എന്താണ്? തൃശ്ശൂർ ജില്ലകളിൽ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? ചാലക്കുടി പുഴയാണ്. പറമ്പിക്കുളം, കുരിയാർകുട്ടി, ഷോളയാർ, കർപ്പാറ, ആനക്കയം എന്നീ പുഴകൾ ചേർന്നാണ് ചാലക്കുടി പുഴ രൂപം കൊള്ളുന്നത്. ചിലപ്പോൾ ചോദ്യം വരാം, ചാലക്കുടി പുഴ ഏതൊക്കെ നദികൾ ചേർന്നിട്ടാണ് രൂപം കൊള്ളുന്നത്? പറമ്പിക്കുളം, കുരിയാർ, ഷോളയാർ, കർപ്പാറ, ആനക്കയം. ഇതിലൊരു 3 തന്നിട്ട് ആ ഒരു നദികൾ കറക്റ്റായിട്ട് വരുന്ന 3 നദികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, പറമ്പിക്കുളം, കുരിയാർ, ഷോളയാർ, കർപ്പാറ, ആനക്കയം ഈ ഒരു പുഴകൾ ചേർന്നിട്ടാണ് ചാലക്കുടി പുഴ എന്ന് പറയുന്ന റിസൾട്ട് വരുന്നത് അല്ലേ. ചാലക്കുടി പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകളാണ് പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ഈ ഒരു ചാലക്കുടി പുഴ ഒഴുകുന്ന കേരളത്തിലെ 3 ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. ഞാൻ ഈ ഒരു ജില്ല പറയാനുള്ള കാരണം ജില്ല ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഞാൻ പറഞ്ഞു തരാതെ ആയി പോകരുത്. ആ ഒരു മാർക്ക് നിങ്ങൾക്ക് പോകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ ഒരു ജില്ല കൂടെ ഞാൻ ഓരോന്ന് എടുത്ത് പറയുന്നത്. പ്രധാനപ്പെട്ട ജില്ലകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ.
ചാലക്കുടി പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. നമ്മൾ ആകെ ഇതുവരെ 5 നദിയെ പറഞ്ഞിട്ടുള്ളൂ. ഓരോ നദിയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം അതിന് ഇമ്പോർട്ടൻസ് കൊണ്ടാണ്. ആ രീതിയിൽ ഏറ്റവും നീളം കൂടി ആദ്യമുള്ള 5 നദികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഓരോന്നായിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. 5th ലാർജസ്റ്റ് റിവർ ഇൻ കേരളയാണ്. 145.5 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഒറിജിൻ എവിടെയാണ്? തമിഴ്നാടുവിലെ ആനമലയാണ്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തിക്കണം. ഇനി ഫോൾ അല്ലെങ്കിൽ അതിന്റെ പതനസ്ഥാനം എന്ന് പറയുന്നത് പെരിയാറാണ്. ബട്ട് അവിടെ ഒരു ബാക്ക് വാട്ടർ കായൽ കൂടെ വരുന്നുണ്ട് അല്ലേ. ഇത് ബാക്ക് വാട്ടർ വരുന്നത് ചാലക്കുടി റിവർ ഫോൾസ്. ഏതാണ്? കൊടുങ്ങല്ലൂർ ബാക്ക് വാട്ടർ ആണ്. ആ രീതിയിൽ കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇറ്റ് ഈസ് എ ലോങ്സ്റ്റ് റിവർ തൃശ്ശൂർ ഡിസ്ട്രിക്ട്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളമേറിയ നദി കൂടിയാണ് നമ്മുടെ ചാലക്കുടി പുഴ. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം. അതിനിടയിൽ ഒരു കാര്യം പറയാം. വിഷു ആയതുകൊണ്ട് പടക്കത്തിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാവും. അതൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് അറിയാം. എങ്കിൽ പോലും നമുക്ക് അധികം ടൈം ഇല്ല. അതുകൊണ്ടാണ് വിഷുവായിട്ട് പോലും ഇരുന്ന് ക്ലാസ്സുകൾ ചെയ്യുന്നത്. സോ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ കുറച്ചധികം നോയ്സി ആയിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് ആ ഒരു പടക്കത്തിന്റെ സൗണ്ട് ഒക്കെ. ബട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എക്സാം തന്നെയാണ്. എക്സാമിന് ആകെ ഇനി 2 ആഴ്ച കൂടിയേ ഉള്ളൂ. അതിനിടയിൽ നിങ്ങളുടെ ഈ ഒരു ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഈസ് എ ലോങ്സ്റ്റ് റിവർ ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളമേറിയ നദി കൂടിയാണ് നമ്മുടെ ചാലക്കുടി പുഴ. ചാലക്കുടി റിവർ ഈസ് ഫോംഡ് ബൈ ദ കൺഫ്ലുവൻസ് ഓഫ് പറമ്പിക്കുളം, കുരിയാക്കുട്ടി, ഷോളയാർ, കർപ്പാറ, ആനക്കയം റിവേഴ്സ്. ഏതൊക്കെ നദികൾ ചേർന്നിട്ടാണ് നമ്മൾ ചാലക്കുടി റിവർ വരുന്നത് എന്ന രീതിയിലൊന്ന് ഓർത്തിക്കണം. ഡിസ്ട്രിക്ട് ഓഫ് കേരള വേർ ചാലക്കുടി റിവർ ഫ്ലോ ഏതൊക്കെയാണ്? പാലക്കാട്, തൃശ്ശൂർ, അതുപോലെ എറണാകുളം. ആ ഒരു കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് പഠിച്ചു വെച്ചു. അതുപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ നദി, അതായത് ബയോഡൈവേഴ്സിറ്റി അല്ലേ. ആ ഒരു നദിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ജൈവ വൈവിധ്യം, വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലേ. സോ അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ചാലക്കുടി പുഴയാണല്ലേ. ഓക്കെ, ആ രീതിയിൽ ഓർത്ത് വെക്കണം. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ നദി ഏതാണ്? ചാലക്കുടി പുഴയാണ്. കേരളത്തിൽ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം എന്ന് നമുക്കറിയാം. ഈ ഒരു വൈന്തല തടാകം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിക്കും. ചാലക്കുടി പുഴയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം വൈന്തല തടാകമാണ്. അത് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചാലക്കുടി പുഴയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 1-2 തവണ ഞാൻ എടുത്തു പറയാണ്. കേരളത്തിലെ നാച്ചുറൽ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം വൈന്തല തടാകം. പ്രീവിയസ് ഒരു ചോദ്യമാണ്. അത് സ്ഥിതി ചെയ്യുന്ന നദീതീരം ചാലക്കുടി പുഴയാണ്. പ്രീവിയസ് ഒരു ചോദ്യമാണ്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തു വെക്കണം. ഇനി നമുക്ക് തൃശ്ശൂർ, ചാലക്കുടി എന്നൊക്കെ പറയുന്ന സമയത്ത് ആദ്യം മനസ്സിൽ വരുന്ന കാര്യം ആതിരപ്പള്ളി വെള്ളച്ചാട്ടമായിരിക്കും. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് ചാലക്കുടി പുഴ. ഓക്കെ, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരാറുണ്ട് അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കൂടിയാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഈ ഒരു ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, ലോക പ്രശസ്തമായുള്ള ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് നമ്മുടെ ചാലക്കുടി പുഴയാണല്ലേ. ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് ചാലക്കുടി പുഴ. അതും പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. വാഴച്ചാല്, പെരിങ്ങൽകുത്ത്, അതിന്റെ കൂടെ ആതിരപ്പള്ളിയുടെ കൂടെ വാഴച്ചാല്, പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടങ്ങൾ കൂടെ സ്ഥിതി ചെയ്യുന്ന നദിയാണ് നമ്മുടെ ചാലക്കുടി പുഴ. ആ രീതി കൂടെ ഓർത്തു വെക്കണം. ഷോളയാർ, പെരിങ്ങൽകുത്ത് അണക്കെട്ടുകൾ കൂടെ നമ്മൾ ഓൾറെഡി പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടം പറഞ്ഞിട്ടുണ്ട്. പെരിങ്ങൽകുത്ത്, ഷോളയാർ അണക്കെട്ടുകൾ കൂടെ, ഡാംസ് കൂടെ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലക്കുടി പുഴ. ദ മോസ്റ്റ് ബയോഡൈവേഴ്സ്ഡ് റിവർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദിയാണ് ചാലക്കുടി പുഴ. ദ ഓൺലി നാച്ചുറൽ ഓക്സ്ബോ ലേക്ക് ഇൻ കേരള. ദ റിവർ വേർ വൈന്തല ലേക്ക് സിറ്റുവേറ്റഡ്. വൈന്തല ലേക്ക് സ്ഥിതി ചെയ്യുന്ന ആ ഒരു നദി കൂടിയാണ് ചാലക്കുടി പുഴ. ദ റിവർ വേർ ആതിരപ്പള്ളി ഫോൾസ് ദ ലാർജസ്റ്റ് വാട്ടർഫോൾ ഇൻ കേരള. 2 ഫാക്റ്റായി. അതായത് 2 ഇവിടെ നമ്മളെല്ലാം പറയുമ്പോൾ 4 ഫാക്ട് വരുന്നുണ്ട് അല്ലേ. ഈ ഓക്സ്ബോ പറയുമ്പോൾ വൈന്തല ലേക്ക് പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട നദി 2 ഫാക്ട് അവിടെയായി. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർഫാൾ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യമായി ആതിരപ്പള്ളിയാണ്. അത് സ്ഥിതി ചെയ്യുന്ന നദീതീരം ചാലക്കുടി പുഴ. 2 ഫാക്ട്. അങ്ങനെ മൊത്തം ഒരു 3-4 ഫാക്ട് അവിടെ ആയിട്ടുണ്ടല്ലേ. ആതിരപ്പള്ളി, വാഴച്ചാൽ ആൻഡ് പെരിങ്ങൽകുത്ത് വാട്ടർഫോൾസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ റിവർ. ചാലക്കുടി പുഴയിലാണ് നമ്മൾ ഈ പറഞ്ഞ വാട്ടർഫാൾസ്. ആതിരപ്പള്ളി ഓൾറെഡി പറഞ്ഞു. വാഴച്ചാളും പെരിങ്ങൽകുത്ത് കൂടെ അതിനെ കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ദ റിവർ വേർ ഷോളയാർ ആൻഡ് പെരിങ്ങൽകുത്ത് ഡാം ആർ സിറ്റുവേറ്റഡ്. അതായത് ഷോളയാർ ഡാമും അതുപോലെ പെരിങ്ങൽകുത്ത് ഡാമും സ്ഥിതി ചെയ്യുന്ന ഡാം കൂടിയാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് നമ്മുടെ ചാലക്കുടി പുഴ. ഓക്കെ, അങ്ങനെ ചാലക്കുടി പുഴ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ചാലക്കുടി പുഴ നമുക്ക് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോവാം. ചാലക്കുടി പുഴ നമുക്ക് ചാലിയാറിലേക്ക് പോയി. ചാലക്കുടി പുഴയിൽ നമുക്ക് പെട്ടെന്ന് പോവാം. കേരളത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ നദിയാണ്. ഉത്ഭവം തമിഴ്നാടിലെ ആനമലയിലാണ്. പതനം പെരിയാറിലാണ്. പതിക്കുന്ന കായൽ കൊടുങ്ങല്ലൂർ പുഴയാണ്. തൃശ്ശൂരിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ആ ഒരു നദി രൂപം കൊള്ളുന്നത് പറമ്പിക്കുളം, കുരിയാർകുട്ടി, ഷോളയാർ, കർപ്പാറ, ആനക്കയം ഈ ഒരു പുഴകൾ ചേർന്നിട്ടാണെന്ന് പറഞ്ഞു.
പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൂടെ ഒഴുകുന്നു. ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യമുള്ള കേരളത്തിലെ നദി, ഏക ഓക്സ്ബോ തടാകമുള്ള വൈന്തല തടാകം സ്ഥിതി ചെയ്യുന്ന നദി, കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമുള്ള ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി, ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി, ഷോളയാർ, പെരിങ്ങൽകുത്ത് അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് നെയ്യാർ. നെയ്യാറിൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഏതാണ്? നെയ്യാറാണ്. ആ രീതിയിൽ ഓർത്ത് വെക്കണം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യ മലയാണ്. ഓക്കെ, നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യ മലയാണ്. ഇതൊക്കെ പരീക്ഷയിൽ ചോദ്യങ്ങളായിട്ട് വരും. പശ്ചിമഘട്ടം വെസ്റ്റേൺ ഘട്ടം അല്ലേ, വെസ്റ്റേൺ ഘട്ടിലെ അഗസ്ത്യമലയിലൂടെയാണ് ഈ ഒരു നെയ്യാർ നദി ഉത്ഭവിക്കുന്നത്. കോവളത്തിനും വിഴിഞ്ഞത്തിനും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പൂവാറിൽ വെച്ചാണ് നെയ്യാർ നദി അറബിക്കടലിൽ പതിക്കുന്നത്. ഇവിടെ പതിക്കുന്നു, നെയ്യാർ നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. കോവളത്തിനും വിഴിഞ്ഞത്തിനും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പൂവാറിൽ വെച്ചിട്ടാണ് നെയ്യാർ നദി അറബിക്കടലിലേക്ക് സ്ഥിതി ചെയ്യുന്നത്. സോ ഉത്ഭവവും അതുപോലെ പതനവും പറഞ്ഞ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടം വെസ്റ്റേൺ ഘട്ടിലെ അഗസ്ത്യമലയും, പതനസ്ഥാനം അറബിക്കടലുമാണ്. ബട്ട് അറബിക്കടലിലേക്ക് പതിക്കുന്നത് കോവളത്തിനും വിഴിഞ്ഞത്തിനും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പൂവാറിൽ വെച്ചിട്ടാണ് പതിക്കുന്നത്. തിരുവനന്തപുരത്തിലൂടെ ഒഴുകുന്നുണ്ട്. 56 കിലോമീറ്റർ, 100 കിലോമീറ്റർ താഴെ പോയല്ല, 56 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു നെയ്യാർ നദിയുടെ നീളം വരുന്നത്. ഓക്കെ, ആ രീതിയിൽ ഓർത്തു വെക്കണം. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന നദീതീരം കൂടിയാണ് നെയ്യാർ. എന്താണ്? ശ്രീനാരായണ ഗുരു അല്ല, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവ, മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്രീനാരായണ ഗുരു തന്റെ ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന നദീതീരം കൂടിയാണ് നെയ്യാർ. ആ രീതി കൂടെ നെയ്യാറിന്റെ പേരെന്ന് ഓർത്തു വെക്കണം. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന നദീതീരം കൂടിയാണ് നെയ്യാർ. ദ സദേൺ മോസ്റ്റ് റിവർ ഇൻ കേരള. കേരളത്തിലെ തെക്കേയറ്റത്തിലുള്ള ഏറ്റവും തെക്കേയറ്റത്തുള്ള നദി. ഓൾറെഡി തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മഞ്ചേശ്വരം വടക്കേയറ്റം, അതുപോലെ തന്നെ നെയ്യാർ തെക്കേയറ്റം, തിരുവനന്തപുരത്ത് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. ദ സദേൺ മോസ്റ്റ് റിവർ ഇൻ കേരള. ഒറിജിൻ എവിടെയാണ്? വെസ്റ്റേൺ ഘട്ടത്തിൽ അഗസ്ത്യമലയാണ്. ദ നെയ്യാർ റിവർ ഫ്ലോസ് ഇൻ ടു അറേബ്യൻ സീ. അറേബ്യൻ സീയിലേക്ക് പതിക്കുന്നു. എവിടെ വെച്ചിട്ടാണ്? പൂവാറിൽ വെച്ചിട്ടാണ്. കോവളത്തിനും വിഴിഞ്ഞത്തിനും ഇടയിലുള്ള പൂവാറിൽ വെച്ചിട്ട് പതിക്കുന്നു. ഫ്ലോയിങ് ത്രൂ തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലൂടെ, നമ്മുടെ തലസ്ഥാന നഗരിയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ദ ലെങ്ത് ഈസ് 56 കിലോമീറ്റർ. 56 കിലോമീറ്റർ ആണ് ഈ ഒരു നദിയുടെ ലെങ്ത് വരുന്നത്. അരുവിപ്പുറം ഈസ് എ റിവർ ബാങ്ക് വെർ ശ്രീനാരായണ ഗുരു വേർഷിപ്ഡ് ശിവപ്രതിഷ്ഠ നടത്തി. അത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തി അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലം ഈ ഒരു നെയ്യാർ നദിയുടെ തീരങ്ങളിലാണ്. കല്ലാർ, കരവലിയാർ എന്നിവ നെയ്യാറിന്റെ പോഷക നദികളാണ്. നെയ്യാറിന്റെ പ്രധാനപ്പെട്ട 2 പോഷക നദികൾ പഠിച്ചു വെച്ചു, കല്ലാറും കരവലിയാറുമാണ്. ആ പേരുകൾ പഠിച്ചു വെക്കണം. നെയ്യാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നെയ്യാറ്റിൻകരയ്ക്ക് ആ ഒരു പേര് ലഭിച്ചത്. നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലമൊക്കെ നമുക്കറിയില്ല, തിരുവനന്തപുരത്തെ സ്ഥലമാണ്. എന്തുകൊണ്ട് നെയ്യാറ്റിൻകരയ്ക്ക് ആ ഒരു പേര് ലഭിച്ചു എന്ന്, ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആദ്യത്തെ ഈ ഒരു 2 ലെറ്റർ തന്നെ എടുത്ത് നമുക്ക് പറയാൻ പറ്റും. നെയ്യാറിന്റെ കരക്ക്, ആറ്റിൽ നിന്നുള്ള, ആറ്റിൻകര എന്ന് നമ്മൾ പറയാറില്ല, ആറ്, ആറ്റ്, പുഴ എന്നൊക്കെ പറയാറുണ്ടല്ലേ. നെയ് ആറ്റിൻകരക്ക്, നെയ്യാറിന്റെ ആറ്റിൻകരക്ക്, നെയ്യാറ് പ്ലസ് ആറ്റിൻകരക്ക്, നെയ്യാറിന്റെ കരക്കായത് കൊണ്ടാണ് നെയ്യാറ്റിൻകരക്ക് ആ ഒരു പേര് ലഭിച്ചത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നതും നെയ്യാറിലാണ്. ഓക്കെ, അതും ഓർത്തു വേണം. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്, നമുക്ക് ലയൺ എന്താണ് ലൈവായിട്ട് ഫ്രീ ആയിട്ട് നടന്നു പോകുന്നത്, വാഹനങ്ങളിൽ പോയിട്ട് കാണാൻ പറ്റുന്ന ആ രീതിയിലുള്ള ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നെയ്യാറിലാണ്. അതുപോലെ സ്റ്റീവ് ഇർവിൻ ചീങ്കണ്ണി വളർത്തു കേന്ദ്രവും നെയ്യാറിലാണ്. സ്റ്റീവ് ഇർവിനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു വന്യജീവി സംരക്ഷകനും ആ രീതിയിലൊക്കെ നമ്മൾ നാഷണൽ ജോഗ്രഫിയിലൊക്കെ സ്റ്റീവ് ഇർവിൻ്റെ കാര്യങ്ങളൊക്കെ കാണാറുണ്ടല്ലേ. വലിയ വലിയ മൃഗങ്ങളൊക്കെ പോയിട്ട് പോലും എന്താണ് അദ്ദേഹം അങ്ങോട്ട് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെതായുള്ള രീതിയിൽ അതിനെ മെരുക്കിയെടുക്കാറുണ്ട് അല്ലേ. ആ രീതിയിലും അവസാന കാലഘട്ടങ്ങളിൽ തിരണ്ടി, ആ ഒരു തിരണ്ടിയുടെ വാലിൻ്റെ അടി കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, സ്റ്റീവ് ഇർവിൻ്റെ പേരൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുന്ന വിചാരിക്കുന്നു. സ്റ്റീവ് ഇർവിൻ്റെ പേരിലുള്ള ചീങ്കണ്ണി മുതല വളർത്തു കേന്ദ്രം അല്ല, മുതലയുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്റ്റീവ് ഇർവിൻ കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ആ ഒരു ചീങ്കണ്ണി വളർത്തു കേന്ദ്രത്തിന് സ്റ്റീവ് ഇർവിൻ്റെ പേര് നൽകി. ആ ഒരു രീതിയിലും ഓർത്തു വെക്കണം. മരകുന്നം ദ്വീപും സ്ഥിതി ചെയ്യുന്ന നദീതീരം മരകുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദീതീരവും നെയ്യാറാണ്. ആ രീതിയിൽ ഓർത്തു വെക്കണം. കല്ലാർ ആൻഡ് കരവലിയാർ ആർ ട്രിബ്യൂട്ടറീസ് ഓഫ് നെയ്യാർ. നെയ്യാറിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? കല്ലാറും കരവലിയാറുമാണ്. നെയ്യാറ്റിൻകര ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം ഇറ്റ്സ് ലൊക്കേഷൻ ഓൺ ദ ബാങ്ക്സ് ഓഫ് നെയ്യാർ. നെയ്യാറിന്റെ കരയ്ക്ക് നെയ്യാറ്റിൻകര എന്ന രീതിയിൽ വന്നു. കേരളാസ് ഓൺലി ലയൺ സഫാരി പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ നെയ്യാർ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? നെയ്യാറിലാണ്. സ്റ്റീവ് ഇർവിൻ അലിഗേറ്റർ ബ്രീഡിംഗ് സെന്റർ ഈസ് ഓൾസോ ഇൻ കേരള. അതായത് സ്റ്റീവ് ഇർവിൻ ചീങ്കണ്ണി മുതല വളർത്തു കേന്ദ്രം വരുന്ന എവിടെയാണ്? നെയ്യാറിലാണ്. ദ റിവർ ബാങ്ക്സ് വേറെ മരക്കുന്നം ഐലൻഡ് ഈസ് ലൊക്കേറ്റഡ്. മരക്കുന്നം ഐലൻഡ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്
ഈ ഒരു നെയ്യാറിൻ്റെ തീരത്തായിട്ടാണ്. നെയ്യാർ എന്തൊക്കെയാണ് പ്രധാനമായ കാര്യം ഒന്നുകൂടെ നമുക്ക് നോക്കാം. കേരളത്തിന് ഏറ്റവും തെക്കേയറ്റത്തുള്ള നദിയാണ് നെയ്യാർ. ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിൽ അഗസ്ത്യമലയാണ്, അറബിക്കടലിലേക്കാണ് പതിക്കുന്നത്. അത് പൂവാറിൽ വെച്ചിട്ടാണ് തിരുവനന്തപുരത്തൂടെ ഒഴുകുന്ന നദിയാണ്. 56 കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ നീളം വരുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ അരുപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ഈ ഒരു നദീതീരത്താണ്. അതുപോലെ കല്ലാറ്, കരവല്യാർ ഇത് രണ്ടുമാണ് പോഷക നദികൾ. നെയ്യാറ്റിൻകരയ്ക്ക് പേര് വരാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. അതുപോലെ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന നെയ്യാറിലാണ്. ഈ ഒരു നദിയുടെ തീരത്തായിട്ടാണ്. സ്റ്റീവ് ഇർവിൻ ചീംകണ്ണി വളർത്തു കേന്ദ്രവും നെയ്യാറിലാണ്. മരക്കുന്നം ദ്വീപും ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന രീതിയിൽ വന്നിട്ടുണ്ടാവും അല്ലേ? അത് തന്നെയാണ്. ഉത്ഭവസ്ഥാനം കാസർഗോഡ് ജില്ലയിലെ ബാലപ്പൂണി കുന്നുകളിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ബാലപ്പൂണി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. വെറും 16 കിലോമീറ്റർ മാത്രം ലെങ്ത്തുള്ള കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള പുഴ കൂടിയാണ്. തെക്കേയറ്റത്ത് നെയ്യാർ പറഞ്ഞെങ്കിൽ വടക്കേയറ്റത്ത് ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. പതനസ്ഥാനം ഉപ്പളക്കായൽ. മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ്. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം എവിടെയാണ്? ഉപ്പളക്കായലാണ്. മറ്റൊരു പ്രീവിയസ് ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പുഴ കൂടിയാണ്. നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന് ഏറ്റവും തെക്കേ അറ്റത്തുള്ള പുഴ ഏതാണ്? അത് നെയ്യാറാണ്. കേരളത്തിന് ഏറ്റവും വടക്കേയറ്റം തെക്കേയറ്റം എന്ന് പറയുന്നത് തിരുവനന്തപുരം അല്ലെ? തിരുവനന്തപുരത്തുള്ള നദിയാണ് നെയ്യാർ. വടക്കേയറ്റം എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിലുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. സോ ആ രീതിയിലുള്ള ജില്ലകൾ കൂടെ നമുക്കവിടെ ഓർത്തു വയ്ക്കാൻ പറ്റും. ഉത്ഭവസ്ഥാനം ബാലപ്പൂണി കുന്നുകളാണ്. പതനസ്ഥാനം ഉപ്പളക്കായലാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പുഴയാണ്. ഈ നദിക്ക് തലപ്പാടി പുഴ എന്ന പേര് കൂടെയുണ്ട്. പ്രീവിയസിൽ വന്നുള്ള മറ്റൊരു കാര്യമാണ്. തലപ്പാടി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. ആ രീതിയിൽ ഓർത്തു വെക്കണം. മഞ്ചേശ്വരം പുഴക്കാണ് തലപ്പാടി പുഴ എന്ന പേരുള്ളത്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി, ദ സ്മോളസ്റ്റ് റിവർ ഇൻ കേരള. വെറും 16 കിലോമീറ്ററുള്ള ഈ ഒരു നദി 15 കിലോമീറ്റർ മേലെ ഉണ്ടെങ്കിൽ കേരളത്തിൽ 1974 ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു നദിയായിട്ട് പരിഗണിക്കത്തുള്ളൂ അല്ലേ? 16 കിലോമീറ്റർ ആണ് ഈ ഒരു പുഴയുടെ നീളം. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലൂടെ മാത്രമാണ് ഈ ഒരു പുഴ ഒഴുകുന്നത്. മറ്റൊരു ജില്ലയിലേക്കും പോകുന്നില്ല. കാരണം എന്താണ്? ആകെ 16 കിലോമീറ്ററേ ഉള്ളൂ. 16 കിലോമീറ്റർ കാസർഗോഡ് ജില്ലയുടെ ചെറിയൊരു ഭാഗത്തോട് ഒഴുകാനുള്ള ലെങ്ത് മാത്രമേ ഈ ഒരു നദിക്കുള്ളൂ. ഓക്കെ, മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ലയിലൂടെ മാത്രമാണ് ഒഴുകുന്നത്. അതുപോലെ കാസർഗോഡുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ നമുക്കിവിടെ പഠിച്ചു വെക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിൽ 44 പുഴകളിൽ 12 പുഴകൾ, ഓക്കെ, 44 മെയിൻ പുഴകളിൽ 12 പുഴകൾ എവിടെയാണ് ഒഴുകുന്നത്? അത് നമ്മുടെ കാസർഗോഡിലൂടെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലൂടെയാണ്. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കണം. പ്രധാന പോഷക നദി എന്ന് പറഞ്ഞ പാവറുവാണ്. ഓക്കെ, പാവറുവാണ് മഞ്ചേശ്വരം പുഴയുടെ പ്രധാന പോഷക നദി. ആ രീതിയിൽ മഞ്ചേശ്വരം പുഴയുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഒറിജിൻ ഏതാണ്? ബാലപ്പൂണി ഹിൽസ് ആണ്. ബാലപ്പൂണി ഹിൽസ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആണ് ഇതിന്റെ ഒറിജിൻ വരുന്നത്. ഫോളിംഗ് പ്ലേസ് അല്ലെങ്കിൽ പതനസ്ഥലം എന്ന് പറയുന്ന ഉപ്പളക്കായലാണ്. ദ നോർത്തേൺ മോസ്റ്റ് റിവർ ഓഫ് കേരള. സദേൺ മോസ്റ്റ് റിവർ നെയ്യാറെങ്കിൽ നോർത്തേൺ മോസ്റ്റ് ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. ദ റിവർ ഈസ് ഓൾസോ കോൾഡ് തലപ്പാടിപ്പുഴ. തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. ദ സ്മോളസ്റ്റ് റിവർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാറാണല്ലേ, ലാർജസ്റ്റ് റിവർ പെരിയാറാണ്. പെരിയാറിന്റെ ലെങ്ത് എത്രയായിരുന്നു? പെരിയാറിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മളവിടെ 44 എഴുതും, എന്നിട്ട് അതിന്റെ പകുതി ഇവിടെ അങ്ങ് എഴുതും, 244 കിലോമീറ്റർ. ഓക്കെ, ദ ലെങ്ത് ഓഫ് റിവർ 16 കിലോമീറ്റർ. 16 കിലോമീറ്റർ ആണ് ഈ ഒരു മഞ്ചേശ്വരം പുഴയുടെ ലെങ്ത് വരുന്നത്. ദ റിവർ ഫ്ലോസ് ഓൺലി ത്രൂ കാസർഗോഡ് ഡിസ്ട്രിക്ട് ഇൻ കേരള. കേരളത്തിലെ ഏക ജില്ല, ഈ ഒരു മഞ്ചേശ്വരം പുഴ ഒഴുകുന്ന ഏക ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ഡിസ്ട്രിക്ട് ഹാവ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് റിവേഴ്സ് ഫ്ലോയിങ് ഇൻ കേരള. കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും കൂടുതൽ നദികൾ ഏത് ജില്ലയിലൂടെയാണ്? 12 ആണ്. 12 നദികൾ ഒഴുകുന്ന കാസർഗോഡ് ജില്ലയാണ്. പാവറു ഈസ് എ മെയിൻ ട്രിബ്യൂട്ടറി ഓഫ് മഞ്ചേശ്വരം റിവർ. അതുകൂടെ പാവറു എന്ന രീതിയിൽ കൂടെ ഓർത്തു വെക്കണം. ഓക്കെ, മഞ്ചേശ്വരം പുഴ എന്തൊക്കെയായിരുന്നു? ഉത്ഭവം എന്ന് പറയുന്നത് ബാലപ്പൂണി കുന്നുകളാണ്. പതനസ്ഥലം ഉപ്പളക്കായലാണ്. കേരളത്തിന് ഏറ്റവും വടക്കേ അറ്റത്തുള്ള പുഴയാണ്. ഈ നദിക്ക് തലപ്പാടി പുഴ എന്ന പേര് കൂടെയുണ്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ്. 16 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പുഴയുടെ നീളം വരുന്നത്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലൂടെ മാത്രമാണ് ഈ ഒരു പുഴ ഒഴുകുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്ന ജില്ല എന്ന പ്രത്യേകത കാസർഗോഡിനുണ്ട്. പാവറു എന്ന നദിയാണ് മഞ്ചേശ്വരം പുഴയുടെ പ്രധാന പോഷക നദി. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചന്ദ്രഗിരി പുഴയിലോട്ടേക്ക് വരാം. ചന്ദ്രഗിരി പുഴ അല്ലെ, മൗര്യ സാമ്രാജ്യ സ്ഥാപകനായുള്ള ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന നദി ചന്ദ്രഗിരി. ചന്ദ്ര എന്ന പേര് വരുന്നുണ്ടല്ലേ. സോ ഈ ഒരു പേരെങ്ങനെ വന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ. പേര് എവിടെ കേട്ടിട്ടുണ്ട്? മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായുള്ള, നിങ്ങൾ മിഡീവിയലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല, മൗര്യരാജ്യ സാമ്രാജ്യ സ്ഥാപകനായിട്ടുള്ള ഫൗണ്ടറായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. കർണാടകത്തിലെ പാട്ടിഘാട്ട് മലനിരകളിൽ നിന്നാണ് ചന്ദ്രഗിരി പുഴ ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? കർണാടകത്തിലെ പാട്ടിഘാട്ട് മലനിരകളിൽ നിന്നുമാണ് ചന്ദ്രഗിരി പുഴ ഉത്ഭവിക്കുന്നത്.
ചന്ദ്രഗിരി പുഴയുടെ ഏക പോഷക നദി പയസ്വിനി പുഴയാണ്. അത് ചോദിച്ചിട്ടുണ്ട്. പയസ്വിനി പുഴ ആണ് ഇതിന്റെ ഏക പോഷക നദി. അതുകൊണ്ട് തന്നെ ഇതിനെ പയസ്വിനി പുഴ എന്ന പേര് കൂടെ അറിയപ്പെടുന്നുണ്ട്. അതിന്റെ ഏക പോഷക നദിയാണല്ലോ പയസ്വിനി പുഴ. അതുകൊണ്ട് തന്നെ പയസ്വിനി പുഴ ഈക്വൽ ടു ചന്ദ്രഗിരി പുഴ എന്ന രീതിയിൽ ചന്ദ്രഗിരി പുഴ പയസ്വിനി പുഴ എന്ന പേരിലും വിളിക്കാറുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ചന്ദ്രഗിരി കോട്ട ഈ നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് 17-ാം നൂറ്റാണ്ടിൽ അന്നത്തെ രാജാക്കന്മാരൊക്കെ നിർമ്മിച്ചുള്ള ചന്ദ്രഗിരി കോട്ടയുണ്ട്. ഈ ചന്ദ്രഗിരി കോട്ട ഈ ചന്ദ്രഗിരി പുഴയുടെ ഭാഗമാണ്. ഓക്കെ, അതുപോലെ പ്രീവിയസിലെ കേരള PSC ചോദിച്ചുള്ള ചോദ്യമാണ് കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി. അതായത് കാസർഗോഡ് പട്ടണം, ഫോർ എക്സാമ്പിൾ ഇത് കാസർഗോഡ് പട്ടണമാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് ചന്ദ്രഗിരി പുഴ 16 കിലോമീറ്റർ ലെങ്ത്തും വെച്ചിട്ട് ഒഴുകുന്നത്. ഓക്കെ, ഇത് കാസർഗോഡ് പട്ടണമാണെങ്കിൽ ഈ ഒരു കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? അതാണ് നമ്മുടെ ചന്ദ്രഗിരി പുഴ. ഓക്കെ, മനസ്സിലായല്ലോ. പ്രീവിയസ് ഒരു ചോദ്യമാണ് കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ചന്ദ്രഗിരി പുഴയാണല്ലേ. യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. ഓക്കെ, ആ രീതിയിൽ ഓർത്ത് വെക്കണം. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. എ റിവർ ഇൻ കേരള നെയ്മഡ് ആഫ്റ്റർ ചന്ദ്രഗുപ്ത മൗര്യ, ദ ഫൗണ്ടർ ഓഫ് ദ മൗര്യൻ എംപയർ. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായുള്ള ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഒരു നദി. ദ ചന്ദ്രഗിരി റിവർ ഒറിജിനേറ്റ് ഫ്രം പാട്ടിക്കാട് ഹിൽസ് ഇൻ കർണാടക. കർണാടകയിലെ പാട്ടിക്കാട് ഹിൽസിലാണ്, കുന്നുകളിലാണ് ഇത് ഉത്ഭവിക്കുന്നത്. ദ ഓൺലി ട്രിബ്യൂട്ടറി ഓഫ് ചന്ദ്രഗിരി പുഴ ഏതാണ്? പയസ്വിനി പുഴയാണല്ലോ. പയസ്വിനി പുഴയാണ് ഇതിന്റെ ഏക ട്രിബ്യൂട്ടറി, പോഷക നദി എന്നറിയപ്പെടുന്നത്. ചന്ദ്രഗിരി റിവർ ഈസ് ഓൾസോ നോൺ ആസ് പയസ്വിനി റിവർ. അതുകൊണ്ട് തന്നെ പയസ്വിനി റിവർ എന്ന പേര് കൂടെ അറിയപ്പെടുന്നുണ്ട്. ചന്ദ്രഗിരി ഫോർട്ട് ബിൽറ്റ് ഇൻ 17th century ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദിസ് റിവർ. അതായത് 17-ാം നൂറ്റാണ്ടിലെ ചന്ദ്രഗിരി ഫോർട്ട് ഉണ്ടല്ലോ, നിർമ്മിക്കപ്പെട്ട ആ ഒരു ഫോർട്ട് ഈ ഒരു നദിയുടെ കരകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എ യു ഷേപ്ഡ് റിവർ ഫ്ലോസ് ത്രൂ കാസർഗോഡ് ടൗൺ. പ്രീവിയസിൽ വന്ന ചോദ്യം എങ്ങനെയായിരുന്നു? കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചന്ദ്രഗിരി പുഴയാണ്. ഓക്കെ, ഒന്നുകൂടെ ചന്ദ്രഗിരി പുഴയുടെ പ്രധാനപ്പെട്ട കരകൾ നമുക്ക് ഓടിച്ചു പോവാം. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായുള്ള ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ്. പാട്ടിക്കാട് മലനിരകളിൽ നിന്നുമാണ് ഉത്ഭവം വരുന്നത്. ഏക പോഷക നദി പയസ്വിനി പുഴയാണ്. പയസ്വിനി പുഴ എന്ന പേരിലും അതുകൊണ്ട് അറിയപ്പെടുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ചന്ദ്രഗിരി കോട്ട ഈ നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി കൂടിയാണിത്. ഓക്കെ, ഇനി വളപട്ടണം പുഴ. വളപട്ടണം പുഴ മറ്റൊരു പ്രധാനപ്പെട്ട പുഴയാണ്, നദിയാണ്. ഉത്ഭവസ്ഥാനം കർണാടകത്തിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി ഘട്ട് റിസർവ് ഫോറസ്റ്റ് ആണ്. എന്താണ്? കർണാടകത്തിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി ഘട്ട് റിസർവ് ഫോറസ്റ്റിൽ വെച്ചിട്ടാണ് വളപട്ടണം പുഴ ഉത്ഭവിക്കുന്നത്. പിന്നീട് എന്ത് ചെയ്യും? പിന്നീട് കുപ്പം പുഴയുമായിട്ട് യോജിച്ചിട്ട് അവസാനം അറബിക്കടലിൽ പതിക്കുന്നു. എന്താണ്? കുപ്പം പുഴയുമായിട്ട് യോജിച്ചിട്ട് അവസാനം അറബിക്കടലിലേക്ക് പതിക്കുന്ന നദിയാണ് വളപട്ടണം പുഴ. ഓക്കെ, ഉത്ഭവസ്ഥാനം കർണാടകത്തിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി ഘട്ട് റിസർവ് ഫോറസ്റ്റിലാണ്. പിന്നീട് കുപ്പം പുഴയുമായിട്ട് യോജിച്ചിട്ട് അവസാനം അറബിക്കടലിൽ പതിക്കുന്ന നദി കൂടിയാണ് വളപട്ടണം പുഴ. കേരളത്തിലെ ഏറ്റവും നീളമേറിയ 10ാമത്തെ പുഴയും കേരളത്തിന്റെ അളവിൽ ഏറ്റവും വെള്ളത്തിന്റെ അളവിൽ കേരളത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പുഴ കൂടിയാണ് വളപട്ടണം പുഴ. അതായത് നീളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 10ാം സ്ഥാനം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ആകെ നീളം 110.50 കിലോമീറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നദികളെക്കാൾ കൂടുതൽ നീളം വരുന്നുണ്ടല്ലേ. 110.5 കിലോമീറ്റർ ആണ്, 110.5 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത്. നീളത്തിൽ 10ാം സ്ഥാനമാണെങ്കിൽ പോലും ഇവിടെ എന്താണ്? വെള്ളത്തിന്റെ അളവിൽ കേരളത്തിന് 4ാമത്തെ വലിയ പുഴയാണ് ഈ ഒരു വളപട്ടണം പുഴ എന്ന് പറഞ്ഞ ആ രീതിയിൽ ആ ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, കേരളത്തിലെ പ്രധാന അണക്കെട്ടുകളിൽ ഒന്നായ പഴശ്ശി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു പുഴയ്ക്ക് കുറുകെയാണ്. കേരളത്തിലെ പ്രധാന അണക്കെട്ടുകളിൽ ഒന്നായിട്ടുള്ള പഴശ്ശി അണക്കെട്ട് എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? പഴശ്ശി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് വളപട്ടണം പുഴയ്ക്ക് കുറുകെയാണ്. ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊന്ന് ഓർത്തു വെക്കണം. കെർലായി, പാമ്പുരുത്തി എന്നീ ദ്വീപുകൾ വളപട്ടണം പുഴയിലാണ്. ഏതൊക്കെ ദ്വീപുകളാണ് വളപട്ടണം പുഴയിൽ വരുന്നത്? കെർലായി, പാമ്പുരുത്തി ഈ ഒരു ദ്വീപുകൾ വളപട്ടണം പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6 വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന ചീങ്കണ്ണിപ്പുഴ, ബാവലിപ്പുഴ എന്നിവ വളപട്ടണം പുഴയുടെ പോഷക നദികളാണ്. ഏതൊക്കെയാണ് വളപട്ടണം പുഴയുടെ ട്രിബ്യൂട്ടറീസ്? ചീങ്കണ്ണിപ്പുഴ, ബാവാലി ഇതൊക്കെ വളപട്ടണം പുഴയുടെ പോഷക നദികളാണ്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴ കൂടിയാണ് വളപട്ടണം പുഴ. കണ്ണൂർ ജില്ലയിലെ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വളപട്ടണം പുഴ. ഒറിജിൻ ബ്രഹ്മഗിരി ഘട്ട് റിസർവ് ഫോറസ്റ്റ് ആണ്, കൊടക് ഡിസ്ട്രിക്ട്, കർണാടകയാണ്. ഇറ്റ് ദെൻ ജോയിൻസ് കുപ്പം റിവർ ആൻഡ് ഫൈനലി ഫോൾസ് ഇൻ ടു അറേബ്യൻ സീ. എന്താണ്? കുപ്പം പുഴയിൽ വെച്ചിട്ട് അറബിക്കടലിലേക്ക് പതിക്കുന്നു. ഇറ്റ് ഈസ് 10th ലോങ്സ്റ്റ് റിവർ ഇൻ കേരള ആൻഡ് 4th ലാർജസ്റ്റ് റിവർ ഇൻ കേരള ബൈ വോളിയം ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും വോളിയം വരുന്ന
നാലാമത്തെ റിവർ കൂടിയാണ് ഈ ഒരു വളപട്ടണം പുഴ. ലെങ്ത് 110.5 കിലോമീറ്റർ ആണ്. പഴശ്ശി ഡാം, വൺ ഓഫ് ദ മേജർ ഡാം ഇൻ കേരള, ഇസ് ബിൽഡ് അക്രോസ് ദ റിവർ. ഈ ഒരു നദി കുറുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഡാം പഴശ്ശി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. തെർലായ്, കൊർലായ്, പാമ്പുരുത്തി, ലാംസ് ആർ ദ വളപട്ടൺ ഇൻ ദ വളപട്ടൺ റിവർ. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ദ്വീപുകളിലെ ഐലൻഡ്സ്, ആ ഒരു ഐലൻഡ്സ് വരുന്നത് ഈ ഒരു വളപട്ടൺ റിവറിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ ചീങ്കണ്ണിപ്പുഴ ആൻഡ് ഭാവാലിപ്പുഴ വിച്ച് ഫ്ലോസ് ത്രൂ ആറളം വൈൽഡ് ലൈഫ് സാഞ്ചുറി ആർ ദ ട്രിബ്യൂട്ടറീസ് ഓഫ് വളപട്ടൺ റിവർ. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വെക്കണം. അതുപോലെ വൈഡസ്റ്റ് റിവർ ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട്, കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വീതിയേറിയ റിവർ കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വളപട്ടണ പുഴ. ഓക്കെ, ഒരു വളപട്ടണ പുഴ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ? ഉത്ഭവസ്ഥാനം കർണാടകത്തിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി ഘട്ട് റിസർവ് ആണ്. പതനം അറബിക്കടലിലാണ്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ 10ാമത്തെ, അതുപോലെ തന്നെ വെള്ളത്തിന്റെ അളവിൽ 4ാമത്തെയും റിവറാണ് വളപട്ടണ പുഴ. 110.5 കിലോമീറ്റർ ആണ് നീളം വരുന്നത്. പഴശ്ശി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു നദിക്കുറുകയാണ്. തെർലായ്, കർലായ്, പാമ്പുരുത്തി ദ്വീപുകൾ വളപട്ടണ പുഴയിലാണ്. അതുപോലെ തന്നെ ചീങ്കണിപ്പുഴ, ഭാവാലിപ്പുഴ വളപട്ടണ പുഴയുടെ പോഷക നദികളാണ്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതിയേറിയുള്ള പുഴയാണിത്. നെക്സ്റ്റ് മയ്യഴി പുഴയാണല്ലേ. മയ്യഴി പുഴ എന്ന് പറയുമ്പോൾ വയനാട് ജില്ലയിലുള്ള പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ നിന്നാണ് മയ്യഴി പുഴ ഉത്ഭവിക്കുന്നത്. ഇവിടെയാണ് ഇതിന്റെ ഉത്ഭവം വരുന്നത്. വയനാട് ജില്ലയിലുള്ള വെസ്റ്റേൺ ഘട്ടിലെ മലനിരകളിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇതിന് മാഹിപ്പുഴ എന്ന പേര് കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഈ ഒരു നദി കേരളത്തിലാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ നദിയാണ്. ബട്ട് കേരളത്തിലെ മാത്രം നദിയല്ല. പുതുച്ചേരി, പോണ്ടിച്ചേരിയുടെ ഭാഗമായുള്ള മയ്യഴി, മാഹി എന്ന് പറയാറുണ്ടല്ലോ. മാഹി എന്ന് പറഞ്ഞാൽ തലശ്ശേരിയൊക്കെ അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ് ഈ ഒരു മയ്യഴി പുഴ. അതായത് നമ്മുടെ മാഹിയെയും അതുപോലെ തന്നെ തലശ്ശേരിയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാഹി പാലം എന്ന് പറയാറുണ്ട്. ഈ ഒരു മാഹി പാലം കഴിഞ്ഞ ഉടൻ എന്താണ്, അത് പുതുച്ചേരിയുടെ ഭാഗമാണ്. മാഹി പാലത്തിന്റെ ഓപ്പോസിറ്റ് വന്ന് കേരളത്തിന്റെ ഭാഗമാണ്. ഓക്കെ, മാഹി പാലത്തിന്റെ ഇടയിൽ നമ്മൾ എന്താണ്, ഈ ഒരു ഭാഗം വരുന്നത് നമ്മുടെ കേരളമാണെങ്കിൽ ഈ ഒരു മാഹി പാലം കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് പുതുച്ചേരിയാണ്. സോ എന്താണ്, ഈ ഒരു കേരളത്തിലെ തലശ്ശേരിയെയും അതുപോലെ തന്നെ മാഹിയും വേർതിരിക്കുന്ന നദിയാണ് മയ്യഴി പുഴ എന്ന് പറഞ്ഞ് ആ രീതിയിൽ മയ്യഴി പുഴയുടെ കാര്യമെന്ന് ഓർത്തു വയ്ക്കണം. പുതുച്ചേരിയുടെ ഭാഗമായുള്ള മയ്യഴിയിലൂടെയാണ് ഈ ഒരു പുഴ ഒഴുകുന്നത്. തലശ്ശേരിയും മാഹിയും യഥാക്രമം ബ്രിട്ടീഷിനെയും ഫ്രാൻസിനെയും കോളനികൾ ആയതിനാൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് മയ്യഴി പുഴ. എന്താണ്, തലശ്ശേരി ആയാലും മാഹി ആയാലും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന പ്രദേശങ്ങളാണ് ആണല്ലേ. തലശ്ശേരി കോട്ടയൊക്കെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു സംഭാവനകളാണ്. മാഹിയിലും ബ്രിട്ടീഷുകാരുടെ ഒരുപാട് സംഭാവനകൾ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് കോളനികൾ, ബ്രിട്ടൻ്റെയോ ഫ്രാൻസിൻ്റെയോ കോളനികൾ ആയതിനാൽ തന്നെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് മയ്യഴി പുഴ. മയ്യഴി പുഴയെ പശ്ചാത്തലമാക്കിയിട്ട് നാട്ടുകാരനായുള്ള എം മുകുന്ദൻ എഴുതിയൊരു മലയാളം നോവലുണ്ട്, മയ്യഴി പുഴയുടെ തീരങ്ങൾ. ഇതിന്റെ ഓദർ ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എം മുകുന്ദനാണ് മയ്യഴി പുഴയുടെ തീരങ്ങൾ എന്ന് പറയുന്ന കൃതിയുടെ ഓദർ. ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം. ഓക്കെ, മയ്യഴി പുഴ ഒറിജിനേറ്റ് ഫ്രം ദ മൗണ്ടെയിൻസ് ഓഫ് വെസ്റ്റേൺ ഘട്ട് ഇൻ വയനാട് ഡിസ്ട്രിക്ട്. മയ്യഴി പുഴ ഓർ മാഹി പുഴ ഇസ് എ റിവർ ഇൻ കേരള. മാഹി പുഴ എന്ന പേര് കൂടെ അറിയപ്പെടാറുണ്ട്. ദിസ് റിവർ ഫ്ലോസ് ത്രൂ മയ്യഴി വിച്ച് ഇസ് എ പാർട്ട് ഓഫ് പുതുച്ചേരി യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമായുള്ള മയ്യഴിയിലൂടെയാണ് ഒഴുകുന്നത്. ദ റിവർ ദാറ്റ് സെപ്പറേറ്റ് തലശ്ശേരി ആൻഡ് മാഹി. ഏതൊക്കെ സ്ഥലങ്ങളാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? തലശ്ശേരിയും അതുപോലെ മാഹിയുമാണ്. തലശ്ശേരി കേരളത്തിലും മാഹി പുതുച്ചേരിയിലുമാണ്. ആസ് തലശ്ശേരി ആൻഡ് മാഹി വെർ കോളനീസ് ഓഫ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് റെസ്പെക്റ്റീവ്ലി. ദ റിവർ ഇസ് നോൺ ആസ് ദ ഇംഗ്ലീഷ് ചാനൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി കൂടിയാണ്. ഓൺ ദ ഷോർസ് ഓഫ് മയ്യഴി പുഴ ഇസ് എ മലയാളം നോവൽ റിട്ടേൺ ബൈ എം മുകുന്ദൻ, ദ നേറ്റീവ് ഓഫ് മയ്യഴി. നാട്ടുകാരനായുള്ള എം മുകുന്ദൻ എഴുതിയ കൃതിയാണ് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഒന്നുകൂടെ മയ്യഴി പുഴ ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു പോവാം. വയനാട് ജില്ലയിലുള്ള പശ്ചിമഘട്ടത്തിലെ മലനിരയിൽ നിന്നാണ് ഉത്ഭവം വരുന്നത്. കേരളത്തിലെ വരുന്നുണ്ടെങ്കിൽ പോലും പുതുച്ചേരിയുടെ ഭാഗം കൂടിയാണ് ഈ ഒരു നദി. തലശ്ശേരി മാഹിയും വേർതിരിക്കുന്ന നദി. മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന് പറഞ്ഞ ആ ഒരു പുസ്തകം നോവൽ എഴുതിയത് എം മുകുന്ദനാണ്. ഇനി കബനിയാണല്ലേ. നമ്മൾ കബനി എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഈസ്റ്റ് ഫ്ലോയിങ് റിവറിൽ നമ്മൾ എത്തിയാൽ കബനി, ഭവനി, പാമ്പാർ, ആ ഒരു 3 നദികൾ കൂടിയാണ് ഇനി നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതിൽ കബനി കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികളിലെ ഏറ്റവും വലിയ നദി. എന്താണ്, ഈസ്റ്റ് ഫ്ലോയിങ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ്, വെസ്റ്റ് ഫ്ലോയിങ് ആണ്. 41 നദികളുണ്ട്. അതിലാകെ 5-10 നദികൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി എത്രയാണ്, ഇനി 3 നദികൾ കൂടെ ബാക്കിയുണ്ടല്ലേ. അതാണ് കബനി, അതുപോലെ ഭവാനി, അതുപോലെ പാമ്പാർ. ഈ 3 നദികൾ കൂടെ നമുക്ക് പറയാനുണ്ട്. കിഴക്കോട്ട് ഒഴുകുന്ന ഈസ്റ്റ് ഫ്ലോയിങ് ആയുള്ള കേരളത്തിലെ റിവേഴ്സിലെ ഏറ്റവും വലിയ റിവർ ഏതാണ്? കബനിയാണല്ലേ. ആകെ നീളം 234 കിലോമീറ്റർ ആണ്. എന്താണ്, 234 കിലോമീറ്റർ ആണ്. 244 കിലോമീറ്റർ വരുന്ന നമ്മുടെ
പെരിയാറാണ് ഏറ്റവും നീളമേറിയ നദി. വെസ്റ്റ് ഫ്ലോയിങ്ങിൽ വരുന്ന ഏറ്റവും നീളമേറിയ നദി കൂടിയാണ് നമ്മുടെ പെരിയാറ്. അത് കഴിഞ്ഞിട്ട് ഭാരതപ്പുഴ ഇതിലും കുറവാണ് ലെങ്ത് വരുന്നെങ്കിൽ പോലും വെസ്റ്റ് ഫ്ലോയിങ് ആണല്ലോ. വെസ്റ്റ് ഫ്ലോയിങ് എന്ന് പറയുമ്പം അവിടെ നമുക്ക് ഏറ്റവും വലിയ രണ്ടാമത്തെ നദി എന്ന രീതിയിൽ പറയാൻ പറ്റും. കബനിയുടെ നീളം 234 കിലോമീറ്റർ ആണെങ്കിൽ പോലും ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ നീളം 56.6 കിലോമീറ്റർ മാത്രമാണ്. ഓക്കെ, കബനി നദിയുടെ കേരളത്തിലെ നീളം ആകെ 56.6 കിലോമീറ്റർ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ നദി എന്ന് പറയാത്തത്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ നദി എന്ന് പറയാത്തതിന്റെ കാരണം എന്താണ്? 234 കിലോമീറ്റർ ഉണ്ടെങ്കിലും കേരളത്തിലൂടെ ഒഴുകുന്ന ആകെ 56 കിലോമീറ്റർ മാത്രമാണ്. 56.6 കിലോമീറ്റർ മാത്രമാണ്. അതും ഒഴുകുന്നത് വയനാട് ജില്ലയിലാണ്. ഓക്കെ, വയനാട് ജില്ലയിലാണ്. ഉത്ഭവസ്ഥാനം വയനാട് തന്നെയാണ്. വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയാണ് കബനി നദിയുടെ ഉത്ഭവസ്ഥാനം. എന്താണ്? വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ വെച്ച് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കബനിയാണല്ലേ. പതനസ്ഥാനം കാവേരി നദിയിലാണ്. കർണാടകയിലെ കാവേരി നദിയിലൂടെയാണ്. സോ അതുകൊണ്ട് തന്നെ കബനി എന്ന് പറയുന്നത് കാവേരി നദിയുടെ പോഷക നദിയാണ്. നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടാവും. കാവേരി നദി പഠിക്കുന്ന സമയത്ത് ഇതിന്റെ പോഷക നദിയാണ് കബനി എന്ന് പറഞ്ഞിട്ട് കാവേരി നദിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും. കാവേരിയുമായിട്ട് കബനി ഒത്തുചേരുന്ന സ്ഥലം അല്ലെങ്കിൽ പതിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുമക്കുടലാണ്. ഓക്കെ, തിരുമക്കുടലിൽ വെച്ചിട്ടാണ് കബനി നദി കാവേരി നദിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇൻ കേരള. കേരളത്തിലെ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ ഏറ്റവും വലുതാണ്. ടോട്ടൽ ലെങ്ത് 234 കിലോമീറ്റർ ആണ്. ലെങ്ത് കേരളത്തിൽ 56.6 കിലോമീറ്റർ മാത്രമാണ്. ഡിസ്ട്രിക്ട് ഓഫ് കേരള വേർ കബനി റിവർ ഫ്ലോ ഏതാണ്? വയനാട് ജില്ലയാണല്ലേ. പ്ലേസ് ഓഫ് ഒറിജിന് തൊണ്ടാമുടി വയനാട് ഡിസ്ട്രിക്റ്റ് ആണ്. ഫോൾ ലൊക്കേഷൻ വരുന്നത് കാവേരി, കർണാടകത്തിലെ കാവേരിയാണ് ഇതിന്റെ പതനസ്ഥാനം. ഇറ്റ് ഇസ് എ ട്രിബ്യൂട്ടറി ഓഫ് കാവേരി റിവർ. കാവേരി റിവറിന്റെ ഒരു ട്രിബ്യൂട്ടറി കൂടിയാണ്. കോൺഫ്ലുവൻസ് വിത്ത് കാവേരി എവിടെയാണ്? തിരുമാക്കുളമാണ്. ആ ഒരു കാര്യം കൂടെ തിരുമാക്കുടലാണ്. ആ ഒരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, കപില എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? കപില, കബനി. ഓക്കെ, കപില, കബനി എന്ന രീതിയിൽ കൂടെ കമ്പയർ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം. കപില എന്ന പേരിലും അറിയപ്പെടുന്ന നദിയാണ് കബനി. കേരളത്തിലെ മണ്ണ് കൊണ്ടുള്ള ഏറ്റവും വലിയ അണക്കെട്ടായുള്ള ബാണാസുര സാഗർ ഡാം വയനാട്ടിലാണല്ലോ. ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായുള്ള കുറുബ ദ്വീപ് അതും വയനാട്ടിലാണ്. എന്നിവ സ്ഥിതി ചെയ്യുന്നത് നദിയാണ് കബനി നദി. ഓക്കെ, കേരളത്തിലെ മണ്ണ് കൊണ്ട് സോയിൽ കൊണ്ടുള്ള ഏറ്റവും വലിയ അണക്കെട്ടാണ് ബാണാസുര സാഗർ ഡാം. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു ചോദ്യമാണ്, കേരളത്തിലെ മണ്ണ് കൊണ്ടുള്ള ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബാണാസുര സാഗർ ഡാമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായുള്ള കുറുവ ദ്വീപ്, കുറുവ ഐലൻഡ്, ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നതും കബനിയിലാണ്. കബനി നദിയുടെ ഭാഗമായിട്ടാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കബനിയാണ്. കൺഫ്യൂഷൻ ആവേണ്ട. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ എടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും വടക്കേ അറ്റത്തുള്ള അതിന്റെ ഓർഡർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വടക്കേ അറ്റത്തായിട്ട് വരുന്ന നദിയാണ് കബനി എന്ന് പറഞ്ഞത്. കേരളം, കർണാടക എന്നീ 2 സംസ്ഥാനങ്ങളിൽ കൂടെ ഒഴുകുന്ന നദി കൂടിയാണ് കബനി നദി. ഓക്കെ, കേരളം കർണാടകയാണ്. തമിഴ്നാട് അല്ല, കേരളം കർണാടക ഈ 2 സംസ്ഥാനത്തൂടെയാണ് കബനി നദി ഒഴുകുന്നത്. കാവേരി ആണല്ലോ, അതുകൊണ്ട് ഓർത്തു വയ്ക്കാൻ പറ്റും. കേരളത്തിലെ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി കൂടിയാണ് നമ്മുടെ കബനി നദി. ഓക്കെ, എന്താണ് ഉത്ഭവം വരുന്നത്? ഒറിജിൻ വരുന്നത് കേരളത്തിലാണ്. ബട്ട് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകത്തിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കബനി നദിയാണ്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് നാഗർഹോൾ ദേശീയ ഉദ്യാനം. കർണാടകയിലെ നാഗർഹോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ്? നാഷണൽ പാർക്ക് എവിടെയാണ്? നാഗർഹോൾ നാഷണൽ പാർക്ക് വരുന്നത് ഇതിന്റെ തീരങ്ങളിലാണ്. ഓൾസോ നോൺ ആസ് കപില. കപില എന്ന പേര് കൂടെ അറിയപ്പെടുന്നുണ്ടല്ലേ. ദ റിവർ ഈസ് ഹോം ടു കേരളാസ് ലാർജസ്റ്റ് എർത്തേൺ ഡാം. പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. മണ്ണ് കൊണ്ടുള്ള എർത്തേൺ ഡാം അല്ലേ. ബാണാസുര സാഗർ ഡാമാണ്. കേരളത്തിലെ ലാർജസ്റ്റ് റിവറൈൻ ഐലൻഡ് ആയുള്ള കുറുവ ദ്വീപ്. ഇത് രണ്ടും എവിടെയാണ്? ഇത് രണ്ടും ഈ ഒരു കബനി നദിയുടെ തീരങ്ങളിലാണ്, അല്ലെങ്കിൽ കബനി നദിയിലായിട്ടാണ് ഡാം വരുന്നത്. ആ ഒരു നദിയിലാണ് ബാണാസുര സാഗർ ഡാമും കുറുവ ദ്വീപും. കബനി നദിയിലാണ്, വയനാടാണ്. കബനി ഈസ് ദ നോർത്തേൺ മോസ്റ്റ് ഓഫ് ദ 3 വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇൻ കേരള. കേരളത്തിലെ 3 വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് കബനി, ഭവാനി, പമ്പാർ എടുത്തു കഴിഞ്ഞാൽ അതിൽ വെസ്റ്റേൺ മോസ്റ്റ് ആയിട്ടുള്ള വരുന്ന റിവർ എന്ന് പറയുന്നത് നോർത്തേൺ മോസ്റ്റ് ആയിട്ട് വടക്കേ അറ്റത്തുള്ള, ഓക്കെ, നോർത്തേൺ മോസ്റ്റ് ആയിട്ട് വരുന്ന വടക്കേ അറ്റത്തുള്ള നദിയാണ് നമ്മുടെ കബനി നദി. ഇറ്റ് ഈസ് ഫ്ലോസ് ത്രൂ സ്റ്റേറ്റ്സ്. ഏതൊക്കെയാണ്? കേരള, കർണാടക 2 സംസ്ഥാനങ്ങളിലൂടെയാണ്. ദ ഓൺലി റിവർ ദാറ്റ് ഒറിജിനേറ്റ്സ് ഇൻ കേരള ആൻഡ് ഫ്ലോസ് ഇൻ കർണാടക. കേരളത്തിൽ ഉത്ഭവിച്ചിട്ട് കർണാടകത്തിൽ ഒഴുകുന്ന ഏക നദി കൂടിയാണ് കബനി നദി. നാഷണൽ പാർക്ക് ഏതാണ്? അവിടെ വരുന്ന നാഗർഹോൾ നാഷണൽ പാർക്കാണ്. കർണാടകയിലാണ് നാഗർഹോൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് കബനിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്? കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികളിലെ ഏറ്റവും വലിയ നദി. ടോട്ടൽ ലെങ്ത് 234 കിലോമീറ്റർ. അതിൽ കേരളത്തിലാകെ 56.6 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല വയനാടാണ്. ഉത്ഭവസ്ഥാനം വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയാണ്. എന്നിട്ട് കർണാടകയിലേക്ക് ഒഴുകുന്നു അല്ലേ. പതനസ്ഥാനം കർണാടകയിലെ കാവേരിയിലാണ്. കാവേരി നദിയുടെ ഏക പോഷക നദിയല്ല, കാവേരി നദിയുടെ ഒരു പോഷക നദിയാണ്. കാവേരിയുമായിട്ട് ചേരുന്ന സ്ഥലം തിരുമക്കുടലാണ്. അതുപോലെ മറ്റൊരു പേരാണ് കപില എന്ന് പറയുന്ന പേര്.
ബാണാസുര സാഗർ, കേരളത്തിലെ ഏറ്റവും വലിയ എർത്തൺ ഡാം അല്ല, അണക്കെട്ടാണ്, മണ്ണുകൊണ്ടുള്ള അണക്കെട്ടാണ് ബാണാസുര സാഗർ ഡാം. അതുപോലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായുള്ള കുറുവാ ദ്വീപ്, ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ കബനി നദിയിലാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏറ്റവും വടക്കേയറ്റത്തുള്ള നോർത്ത് മോസ്റ്റ് ആയിട്ട് വരുന്ന റിവർ കൂടിയാണ് കബനി നദി. കേരളം കർണാടക രണ്ട് സംസ്ഥാനങ്ങളോട് ഒഴുകുന്ന നദിയാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി കൂടിയാണ്. നാഗർഹോൾ ദേശീയ ഉദ്യാനം വരുന്നതും ഈ ഒരു നദിയുടെ ഭാഗമായിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് പാമ്പാറാണല്ലോ, കബനി പാമ്പാറ്, ഭവാനി പാമ്പാർ. അതിൽ പാമ്പാറാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളത്തെ ബെൻമൂറയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന നദി. നേരത്തെ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് കർണാടകയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. പാമ്പാർ എന്താണ് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് തമിഴ്നാടുവിലേക്ക് പോകുന്നു അല്ലെ. ഇടുക്കി ജില്ലയിലെ ദേവികുളത്തിലെ ബെൻമൂറിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകിയിട്ട് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന നദിയാണ് പാമ്പാർ എന്ന് പറയുന്ന ഈ ഒരു നദി അല്ലെ. കേരളത്തിലൂടെ 229 കിലോമീറ്റർ മാത്രം, നേരത്തെ 56.6 പറഞ്ഞു, പാമ്പാർ 29 കിലോമീറ്റർ മാത്രമാണ് ഒഴുകുന്നത്. ബാക്കി എവിടെയാണ്? തമിഴ്നാടുവിലൂടെയാണ് ഒഴുകുന്നത് അല്ലേ. കേരളത്തിലൂടെ 29 കിലോമീറ്റർ മാത്രം ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ബാക്കി ഭാഗം തമിഴ്നാടുവിലൂടെയാണ് വരുന്നത്. തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതുകൂടെ പഠിച്ചു വെക്കണം. തൂവാനം വെള്ളച്ചാട്ടം എവിടെയാണ്? പാമ്പാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ്. ചിന്നാർ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇടുക്കി ജില്ലയിലാണ്. പരീക്ഷയ്ക്ക് പ്രീവിയസിൽ വന്ന ചോദ്യമാണ്. ഇരവികുളം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. കാവേരി നദിയുടെ പോഷക നദിയായുള്ള അമരാവതി നദിയുടെ പോഷക നദിയാണ് പാമ്പാർ. എന്താണ്? കാവേരിയുടെ പോഷക നദിയായുള്ള അമരാവതി, അതിന്റെ പോഷക നദിയാണ് പാമ്പാർ. പാമ്പാർ നദി കേരള തമിഴ്നാട് അതിർത്തിയിലെ പട്ടാച്ചേരിയിലാണ് കേരള അണക്കെട്ട് നിർമ്മിക്കുന്നത്. അതായത് കേരളം ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ട് ഈ ഒരു പാമ്പാറുമായിട്ട് ബന്ധപ്പെട്ട് കേരള തമിഴ്നാട് അതിർത്തിയിൽ. അതെവിടെയാണ്? പട്ടാച്ചേരിയിലാണ് വരുന്നത് അല്ലെ. തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട നദി കൂടിയാണ് പാമ്പാർ. തലയാർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് നമ്മുടെ സ്വന്തം പാമ്പാറാണ്, അതുകൂടെ പഠിച്ചു വെക്കണം. തലയാർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പാമ്പാറാണ് അല്ലെ. ദ റിവർ ഒറിജിനേറ്റ് ഫ്രം ബെൻമൂർ ഇൻ ദേവികുളം ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് ആൻഡ് ഫ്ലോസ് ത്രൂ ഇടുക്കി ഡിസ്ട്രിക്ട് ടു എൻഡ് തമിഴ്നാടുവിലേക്ക് വരുന്നു അല്ലെ. ദ റിമൈനിങ് 29 കിലോമീറ്റർ ഓഫ് ദ റിവർ ഫ്ലോസ് ത്രൂ കേരള ആൻഡ് പാസസ് ത്രൂ തമിഴ്നാട്. 29 കിലോമീറ്റർ മാത്രം കേരളത്തിലൂടെ ഒഴുകിയിട്ട് ബാക്കി തമിഴ്നാട്ടിലേക്ക് പോകുന്നു. അതുപോലെ തൂവാനം ഫോൾസ് എവിടെയാണ്? പാമ്പാർ നദിയിലാണ്. ചോദ്യം വരും. തൂവാനം വെള്ളച്ചാട്ടം എവിടെയാണ്? അത് വരുന്നത് ഈ ഒരു പാമ്പാർ നദിയിലാണ്. ദ റിവർ ഫ്ലോസ് ത്രൂ ഇരവികുളം, മറയൂർ ആൻഡ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഏതാണ്? അതും വരുന്നത് പാമ്പാർ തന്നെയാണല്ലേ. പാമ്പാർ ഈസ് ട്രിബ്യൂട്ടർ ഓഫ് അമരാവതി വിച്ച് ഇസ് എ ട്രിബ്യൂട്ടർ ഓഫ് കാവേരി റിവർ. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വേണം. കേരള ഈസ് കൺസ്ട്രക്ടിങ് എ ഡാം ഓൺ ദ പാമ്പാർ റിവർ അറ്റ് പട്ടാച്ചേരി ഓൺ ദ കേരള തമിഴ്നാടു ബോർഡർ. കേരള തമിഴ്നാടു ബോർഡർ ആയതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ദ റിവർ ഇസ് ഇനീഷ്യലി നോൺ ആസ് തലയാർ. ചോദിച്ചിട്ടുണ്ട് തലയാർ എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? അതേതാണ്? പാമ്പാറാണല്ലോ. തലയാർ, ആർ എന്ന രീതിയിൽ പാമ്പാർ. വെയ്യാറൊന്നും കൊണ്ടുപോയിട്ട് ഉത്തരം ചെയ്തരുത്. സോ നെക്സ്റ്റ് എന്താണ്? ഭവാനിയാണല്ലേ. ആ ഭവാനി നദി ഒഴുകുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണല്ലോ. കേരളത്തിലെ ഭവാനിയുടെ നീളം 37.5 സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? കബനി കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്? പാമ്പാർ 29 കിലോമീറ്റർ മാത്രമാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. ഭവാനി 37.5 കിലോമീറ്റർ വരുന്നുണ്ട്. കേരളത്തിലെ ഭവാനി നദിയുടെ നീളം 37.5 കിലോമീറ്റർ ആണ്. കേരളത്തിലെ സലൻ വാലിയിലൂടെ ഒഴുകുന്ന ഈ നദി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകി കൽക്കണ്ടിയൂർ എന്ന സ്ഥലത്ത് വെച്ച് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, ഭവാനിയും എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? തമിഴ്നാടുവിലേക്ക് പോകുന്നുണ്ട് അല്ലേ. കേരളത്തിലെ സൈലന്റ് വാലിയിലൂടെ ഒഴുകിയിട്ട് ഈ നദി എന്ത് ചെയ്യും? പാലക്കാട് ജില്ലയിലൂടെ ഒഴുകി കൽക്കണ്ടിയൂർ എന്ന സ്ഥലത്ത് വെച്ച് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നു. തമിഴ്നാടിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി കൂടിയാണ് ഭവാനി. തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി കൂടിയാണ് ഭവാനി. 400 കിലോമീറ്ററോളം നീളമുള്ള ഈ ഒരു നദി തമിഴ്നാട്ടിലെ ഈ റോഡിനടുത്ത് കാവേരി നദിയുമായിട്ട് കൂടിച്ചേരുന്നു. ടോട്ടൽ 400 കിലോമീറ്റർ നീളം ഭവാനിക്ക് ഉണ്ടെങ്കിൽ പോലും 37.5 അതിലൊരു 10% പോലും കേരളത്തിലൂടെ ഒഴുകുന്നില്ല അല്ലേ. പിന്നീട് ഈ റോഡിന് വെച്ച് കാവേരി നദിയുമായിട്ട് ഇത് ഒത്തുചേരുന്നുണ്ട്. ഡ്രെയിനേജ് ഡിസ്ട്രിക്ട് പാലക്കാട് ജില്ലയാണ്. ലെങ്ത് എന്ന് പറയുന്നത്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 37.5 കിലോമീറ്റർ ആണ്. ഫ്ലോയിങ് ത്രൂ സലൻ വാലി. പാലക്കാട് ജില്ലയിലെ സലൻ വാലിയിലൂടെ ഒഴുകുന്നു. ദിസ് റിവർ ഫ്ലോസ് ത്രൂ പാലക്കാട് ഡിസ്ട്രിക്ട് ആൻഡ് എൻഡേഴ്സ് തമിഴ്നാട് അറ്റ് കൽക്കണ്ടിയൂർ. ഭവാനി ഈസ് സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ഇൻ തമിഴ്നാട്. തമിഴ്നാട് ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ്. ദിസ് 400 കിലോമീറ്റർ ലോങ് റിവർ ജോയിൻസ് കാവേരി റിവർ നിയർ ഈറോഡ് ഇൻ തമിഴ്നാട്. തമിഴ്നാട് ഈറോഡിലൂടെ ഒഴുകുന്ന നദിയാണ്. ശിരുവാണി നദി, വരഗാർ എന്നിവയാണ് ഭവാനി പുഴയുടെ പ്രധാന പോഷക നദി. ഏതൊക്കെയാണ് പ്രധാന ട്രിബ്യൂട്ടറീസ്? ശിരുവാണി, അതുപോലെ വരഗാർ, ഇതൊക്കെയാണ് പ്രധാന പോഷക നദികൾ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി താഴെ പറയുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ശിരുവാണി നദിയാണ് അട്ടപ്പാടി ജില്ലയിൽ, വീണ്ടും ജില്ലയിൽ നിന്ന് തന്നെ പറഞ്ഞു വന്നു, അട്ടപ്പാടി പ്രദേശത്തൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി.
കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായിട്ട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി കൂടിയാണ് ശിരുവാണി. എന്താണ്? കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താൻ വേണ്ടിയിട്ട് ഒരു അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ ഒരു അണക്കെട്ട് വരുന്ന ശിരുവാണിയിലാണ്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് ഏത്? നമ്മുടെ ഭവാനി നദി എന്ന് പറയുന്നത്. ഓക്കെ, ദ മെയിൻ ട്രിബ്യൂട്ടറീസ് ഓഫ് ഭവാനി പുഴ ശിരുവാണി ആൻഡ് വരഗ. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. വരഗാറ്, അതുപോലെ ശിരുവാണി. റിവർ ഫ്ലോയിങ് ത്രൂ അട്ടപ്പാടി പ്രദേശത്തൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. ശിരുവാണി ഈസ് ഓൾസോ റിവർ ദാറ്റ് ഹാസ് ബീൻ ഡാംഡ് ടു സപ്ലൈ വാട്ടർ ഇൻ കോയമ്പത്തൂർ ടൗൺ. കോയമ്പത്തൂർ ടൗണിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാം വന്നിട്ടുണ്ട്. ആ ഒരു ഡാം ശിരുവാണി നദിയിലാണ്. ആ കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ദ റിവർ വേർ ദ 3 ബാരേജസ് സിറ്റുവേറ്റഡ്. ഏതാണ്? അതും നമ്മുടെ ഈ ഒരു നദി തന്നെയാണല്ലേ. ഓക്കെ, എന്തൊക്കെയായിരുന്നു നമ്മൾ ഭവാനി പുഴയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറഞ്ഞത്? ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ഭവാനി നദിയുടെ നീളം 37.5 കിലോമീറ്റർ ആണ്. സൈലന്റ് വാലിയുടെ ഒഴുകിയിട്ട് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചിട്ട് കൽക്കണ്ടിയൂർ എന്ന സ്ഥലത്ത് വെച്ച് തമിഴ്നാട്ടിലേക്ക് പോകുന്നു അല്ലേ. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ്. 400 കിലോമീറ്റർ അധികം നീളം വരുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ആകെ 37.5 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ശിരുവാണി നദി, വരഗാർ, ഇതൊക്കെ ഇതിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. അട്ടപ്പാടി പ്രദേശത്തൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. അതുപോലെ തന്നെ കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താൻ വേണ്ടിയിട്ട് ഒരു അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ ഒരു അണക്കെട്ട് ശിരുവാണി പുഴയിലാണ് വരുന്നത്. മുക്കാലി തടയണ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കൂടിയാണ് നമ്മുടെ ഭവാനി എന്ന് പറഞ്ഞ ഈ ഒരു നദി. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കണം നിർബന്ധമായിട്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് മാത്രമല്ല, ഇതിലധികം ഒരുപാട് കാര്യങ്ങൾ നദിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അതിൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ കബനി, ഭവാനി, പമ്പാർ ഈസ്റ്റ് ഫ്ലോയിങ് ആണ്. ബാക്കി 41 വെസ്റ്റ് ഫ്ലോയിങ് ആണ്. നമ്മൾ 41 നമ്മൾ പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അങ്ങനെ നമ്മുടെ കേരള റിവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് കായലുകൾ, ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. കായലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ജില്ലകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ബട്ട് ബേസിക് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജില്ലകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് കടൽ പോലെ പഠിക്കാനുണ്ടാവും അല്ലേ. ഓരോ ജില്ലകളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആയിരക്കണക്കിന് ഫാക്ട്സ് ഉണ്ടാവും. 14 ജില്ലകളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ 14,000 ഫാക്ട്സ് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാനും പറ്റത്തില്ല, എനിക്ക് പഠിപ്പിക്കാനും പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ്. സോ നിങ്ങൾ റാൻഡമായിട്ട് കിട്ടുന്ന ഫാക്ട്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. നദികളിൽ തന്നെ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇത് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നദികളെ നിങ്ങൾക്ക് 100 മാർക്ക് അല്ലെങ്കിൽ 100% സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് പഠിക്കേണ്ട എക്സാം പോയിന്റ് ഓഫ് പ്രീവിയസ് ഇയർ ട്രെൻഡൊക്കെ വെച്ച് നോക്കിയിട്ട് പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ബേസിക്കായിട്ട്, ഇത്രയും എങ്കിലും ബേസിക്കായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ ഇത്രമാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സോ ഈ ഒരു കാര്യങ്ങൾ ഇതോടുകൂടെ നദിയുമായിട്ട്, കേരളത്തിലെ റിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി കായലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബാക്ക് വാട്ടേഴ്സ്, കായലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലേ, അതൊക്കെ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇതുവരെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി.